നിരന്തരം ആനയും കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഇനിയാണെങ്കിൽ പോലും വേറൊരാൾക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതിഷേധത്തിന് റെഡിയാണെന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. പക്ഷേ അതിങ്ങനെ രാഷ്ട്രീയമായിട്ട് തിരിയോ അതൊരു രാഷ്ട്രീയ എടുക്കും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നേ. മനുഷ്യന്റെ ജീവന് വരെയില്ല. അഭ്യാസം കാണിക്കുന്നത് വിളിച്ചോണ്ടാ, ചാക്കന്മാരെ വിളിച്ചോണ്ടാ നീ. വന്യമൃഗങ്ങൾ സൃഷ്ടിക്കുന്ന ഭീതിയും ആശങ്കയും ഒഴിയുന്നില്ല. ഇന്നലെയും ഇന്നുമായി 3 മരണമാണ് വന്യമൃഗാക്രമണത്തിൽ സംസ്ഥാനത്തുണ്ടായത്. സാധ്യമായതെല്ലാം ചെയ്യുകയും അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്യേണ്ട വിഷയം. കേന്ദ്ര നിയമങ്ങളിൽ തട്ടി ശാശ്വത പരിഹാരം അകലെ നിൽക്കുമ്പോൾ ആക്രമണത്തിനിരയാകുന്ന മനുഷ്യർക്ക് അത്തരം സാങ്കേതികതകളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവരുടെ പ്രതികരണം വൈകാരികമാകുക സ്വാഭാവികവുമാണ്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം വിഷയങ്ങളിൽ മുതലെടുപ്പ് നടത്താൻ ഇറങ്ങി പുറപ്പെട്ടാൽ എങ്ങനെയിരിക്കും? ഇൻക്വസ്റ്റ് പോലും പൂർത്തീകരിക്കാത്ത മൃതദേഹം ബന്ധുക്കളെയും പോലീസിനെയും മറികടന്ന് ബലമായി പിടിച്ചെടുത്ത് തെരുവിൽ കൊണ്ടുവന്ന മൊബൈൽ ഫ്രീസറിന് മുകളിൽ കിടന്ന് പ്രതിഷേധിച്ചാൽ എങ്ങനെയിരിക്കും? ഇന്നലെ കോതമംഗലത്തും ഇന്ന് കോഴിക്കോടുമൊക്കെയും കാണുന്നത് അതാണ്. വന്യമൃഗങ്ങളെ കാര്യക്ഷമമായി തുരത്താൻ തടസ്സം കേന്ദ്ര നിയമങ്ങളാണെന്നിരിക്കെ ആ വിഷയത്തെക്കുറിച്ച് പാർലമെന്റിൽ ഒരക്ഷരം മിണ്ടാത്ത കോൺഗ്രസ് കേരളത്തിൽ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോ എന്നാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. അതിഥികളായി ചേരുന്നത് CPIM-ൽ നിന്നും S. സതീഷ്, പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസിൽ നിന്നും, N. ലാൽകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ശ്രീ റോണി കെ ബേബി, ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെയും ആ നിലയിൽ രാഷ്ട്രീയവൽക്കരിക്കുക പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികവുമാണ്. പക്ഷേ നോക്കൂ, ഈ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് പോലും പൂർത്തീകരിക്കാൻ സമ്മതിക്കാതെ, അത് ആംബുലൻസിലേക്ക് കയറ്റാൻ സമ്മതിക്കാതെ മൃതദേഹം ബലമായി പിടിച്ചെടുത്ത് തെരുവിൽ കൊണ്ടുവന്ന ഇത്തരത്തിൽ നടത്തുന്ന പ്രതിഷേധം അത് ശരിയാണ് എന്ന് കരുതുന്നുണ്ടോ? ഇവിടെ പ്രതിഷേധത്തിന്റെ ഇത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളിവിടുത്തെ കാതലായ വിഷയം എന്താ? കാതലായ വിഷയം എന്ന് പറയുന്നത് വന്യജീവികളുടെ ആക്രമണത്തില് തുടർച്ചയായി വിലപ്പെട്ട മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഇപ്പോൾ വാർത്തയിൽ പറഞ്ഞു, കഴിഞ്ഞ 24 മണിക്കൂറിനകം കേരളത്തിലെ 3 വിലപ്പെട്ട ജീവനുകൾ, അത് കേരളത്തിലെ 3 വ്യത്യസ്ത ഭാഗങ്ങളിൽ. ഇന്നലെ നമ്മൾ കണ്ടു, ഇന്നലെ രാവിലെ ഇടുക്കിയില്, ഇന്ന് തൃശ്ശൂര്, ഇന്ന് വൈകുന്നേരം കോഴിക്കോട്. അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജനജീവിതം ദുസ്സഹമാക്കുന്ന വിധം, മലയോര ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വന്യമൃഗ ശല്യം, വന്യമൃഗങ്ങളുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ അതിന് നിയന്ത്രിക്കേണ്ട, അല്ലെ, ആ വന്യമൃഗങ്ങളുടെ ആക്രമണം ഒഴിവാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കേണ്ട സർക്കാർ, ഭരണകൂടം, അവര് എന്തുകൊണ്ട് ഇതിനകത്ത് മൗനമായി നിൽക്കുന്നു? അതാണ് ഇവിടുത്തെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രതിഷേധങ്ങൾ ഇങ്ങനെ ശക്തമായി വരുന്നത്? കാരണം ഓരോ സംഭവങ്ങൾ കഴിയും തോറും പ്രതിഷേധത്തിന്റെ ആ തീവ്രത കൂടിക്കൂടി വരിക. ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. പ്രൊഫസർ റോണി കെ ബേബി, നോക്കൂ, ഇതിനെ ഒറ്റപ്പെട്ട സംഭവം എന്ന് കരുതി നമ്മൾ മാറ്റി നിർത്തുകയുമില്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഇത്തരം വിഷയങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകുക സ്വാഭാവികമാണ്, രാഷ്ട്രീയ പാർട്ടികൾ അത് ഏറ്റെടുക്കുകയും സ്വാഭാവികമാണ്. പക്ഷെ അതിനുമൊക്കെ അപ്പുറത്തേക്ക് നോക്കൂ, മരിച്ചു മരവിച്ച ശരീരങ്ങളാണ്. ആ ശരീരങ്ങളെ മോർച്ചറിയിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുവന്ന പൊരുവെയിലത്ത്, ഇന്നലെ ഇപ്പോൾ കോതമംഗലത്തൊക്കെ അങ്ങനെയായിരുന്നല്ലോ സാഹചര്യം, അങ്ങനെ നിർത്തി അത് ബന്ധുക്കൾ പോലും അതിനെ തള്ളി പറയുന്ന സാഹചര്യം. ഇപ്പോൾ തുടക്കത്തിൽ കേട്ട പ്രതികരണത്തിൽ കേട്ടല്ലോ, പ്രതിഷേധം ഉണ്ടാകണം, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇനി ആർക്കും ഇങ്ങനെ ഉണ്ടാകരുത്, പക്ഷേ അതിനിങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുമെന്ന് ഞങ്ങൾ പോലും കരുതിയില്ല എന്ന് അവർ പോലും പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ മാറുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആ പ്രശ്നത്തിന്റെ കാതലിൽ നിന്ന് മാറുന്നു എന്നുള്ളതല്ല, പക്ഷേ ഈ നിലയിലുള്ള പ്രതിഷേധമാണോ ഈ വിഷയത്തിൽ വേണ്ടത് എന്നതാണ് ചോദ്യം. നമ്മൾ ഇന്നലത്തെ സംബോധന നമ്മൾ നോക്കുക, ഇടുക്കി ജില്ലയിലെ അടിമാലിയിലെ ഇന്ദിര എന്ന് പറയുന്ന ആ വൃദ്ധയായ സ്ത്രീയുടെ നേരെയുണ്ടായ ആക്രമണം 8 മണിയോടുകൂടിയാണ് അവർക്കെതിരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഏകദേശം 10 മണിയോടുകൂടിയാണ് അവരുടെ മരണം സ്ഥിരീകരിക്കപ്പെടുന്നു. കൃത്യമായി തന്നെ 10-നോടുകൂടി അവരുടെ ബന്ധുമിത്രാദികളാണ് ആദ്യം പ്രതിഷേധം അവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇവര് ഉന്നയിച്ച 2 ആവശ്യങ്ങൾ, ഒന്ന് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം, കോമ്പൻസേഷൻ നൽകണം. അതിന് അങ്ങനെ കോമ്പൻസേഷൻ നൽകണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം ഞാൻ പറയാം. കാരണം കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 6 വിലപ്പെട്ട ജീവനുകൾ കാട്ടാനയുടെ മാത്രം ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടും അതിനകത്ത് 3 പേർക്ക് മാത്രമേ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയിട്ടുള്ളൂ. ബാക്കി 3 പേർക്കും ഇതുവരെ 50,000 രൂപ മാത്രമേ നഷ്ടപരിഹാരം നൽകിയിട്ടുള്ളൂ. അപ്പൊ എന്താ,
പ്രതിഷേധിച്ചാൽ മാത്രം സർക്കാർ നഷ്ടപരിഹാരം നൽകാൻ എന്ത് നീതിയാണുള്ളത്? ഞാൻ വളരെ കൃത്യമായി തന്നെ പേരെടുത്ത് തന്നെ പറയാം. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 2 മാസം കൊണ്ട് 6 ആളുകൾ മരണപ്പെട്ടിട്ട് അതിനകത്ത് 3 ആളുകൾക്ക് മാത്രമാണ് ഈ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയത്. അതുകൊണ്ടാണ് ആ ബന്ധുമിത്രാദികളാണ് ആദ്യം അതിനകത്ത് പ്രതിഷേധിച്ചത്. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം. 1. 2, ഇനിയും ഇതുപോലെയുള്ള ദാരുണമായ സംഭവം ഉണ്ടാകരുത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി 10 മണിക്ക് ശേഷം ബന്ധുമിത്രാദികളാണ് പ്രതിഷേധം ഉയർത്തിയത്. ഏകദേശം 11 മണിയോടുകൂടിയാണ് ഡീൻ കുര്യാക്കോസ് MP-യും മാത്യു കുഴൽനാടൻ MLA-യും അവിടെ എത്തുന്നത്. അതിനുശേഷമാണ് അവിടെ ഈ ജനക്കൂട്ടം വലിയ രീതിയിൽ അവിടെ തടിച്ചുകൂടുകയും, കാരണം അതൊരു വൈകാരിക പ്രശ്നമാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരു സാധാരണ വിഷയം ഇതിനെ കണക്കുന്നത് വളരെ വൈകാരികം. കാരണം എന്താ, ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുന്നെയാണ് ഈ അടിമാലിയിൽ തന്നെ ഇതേ കോതമംഗലത്ത് തന്നെ ആയിരങ്ങൾ പങ്കെടുത്ത വലിയ പ്രതിഷേധ ജാഥ നടന്നത്, വലിയ പ്രതിഷേധ സംഗമം നടന്നത്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു വന്യജീവി ആക്രമണം ഇവിടെ ഉണ്ടാകരുത്, അത് ഉണ്ടാകാനുള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിക്കരുത്. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം വളരെ കൃത്യമായി സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഈ ആക്രമണം നടക്കുന്ന വന്യജീവികൾ, ഇത് കാട്ടുപോത്ത് ആയിക്കോട്ടെ കാട്ടാനി ആയിക്കോട്ടെ, അവയുടെ സാന്നിധ്യം തലേ ദിവസമോ അതിന്റെ പിറ്റേ ദിവസമോ അവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്ലെ ഏതെങ്കിലും ഭാഗത്ത് നിന്നും ഇവയെ കണ്ടതായി അവിടുത്തെ പൊതുജനങ്ങൾ ഈ പറയുന്ന ബഹുമാനപ്പെട്ട വനപാലകരെ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം 24-48 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത ഏതൊരു സ്ഥലത്ത് ഇതിന് ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ ശ്രീ റോണി കെ ബേബി നോക്കൂ, നമ്മൾ ഇത് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴും ഇതിനെ നേരിടാനായി ഇപ്പുറത്ത് നിൽക്കേണ്ടത് മനുഷ്യരാണ് എന്നൊരു ചിന്ത ഇല്ലാതാകുന്നുണ്ട്. ഇപ്പോൾ ബേലൂർ മഖ്ന എന്നൊരു ആനയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കേൾക്കുന്നു. അതിനെ പിടിക്കാനുള്ള ദൗത്യം എത്ര ദിവസം നീണ്ടു എന്നുള്ളതും അതിന് തടസ്സമായി നിന്ന സാഹചര്യങ്ങളും അതൊന്നും മനുഷ്യനിർമ്മിതമല്ല. അപ്പോൾ ഈ വന്യമൃഗങ്ങളെ പിടികൂടണം, വെടിവെക്കണം, തുരത്തണം എന്നൊക്കെ പറയുമ്പോഴും അതിന്റെ മറുഭാഗത്ത് നിൽക്കുന്നത് മനുഷ്യരാണ് എന്നുള്ളത് കാണാതെ പോകുന്നുണ്ടോ? അതിന് ഇരയാകുന്നവരുടെ പ്രതികരണം വൈകാരികമാകുക സ്വാഭാവികമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിനെ ആ നിലയിൽ മുതലെടുത്താൽ എങ്ങനെ മുന്നോട്ട് പോകും കാര്യങ്ങൾ? ഇതിന്റെ അകത്ത് ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും തടയാൻ വേണ്ടി ആരാണ് ഇതിനകത്ത് ഇടപെടേണ്ടത്? ഈ പറയുന്ന സാധാരണക്കാരെ നാട്ടുകാരായ ജനങ്ങളാണോ നാളെ ഈ പറയുന്ന വാരിക്കുന്തവും കമ്പും കല്ലും കിട്ടുന്ന ആയുധങ്ങളുമായി കാട്ടിക്കേറി ഇവ വരുന്നതിനെ തടഞ്ഞു നിർത്തണമോ? ഇവിടെ ആരാണ് ഇവയെ തടയേണ്ടത്? ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ. ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ. ഓഗസ്റ്റ് 27-ാം തീയതി അല്ല, ഓഗസ്റ്റ് അല്ല, ഫെബ്രുവരി മാസം 27-ാം തീയതി ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ഉന്നതതല യോഗം ചേർന്നു. ആ യോഗത്തിലെടുത്ത് 7-8 തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളിൽ ഏതെങ്കിലും ഒരു തീരുമാനം കഴിഞ്ഞ ഒരാഴ്ചക്കകം അല്ലെ കഴിഞ്ഞ 4 ദിവസം നടപ്പാക്കാനായിട്ട് ഏതെങ്കിലും ഒരു തീരുമാനം നടപ്പാക്കാൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒറ്റ മാത്രം ഒരു പ്രധാനപ്പെട്ട 7-8 തീരുമാനങ്ങൾ ഒന്ന് ഞാൻ പറയാം. 1, പോലീസ് വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധന. ഈ പറയുന്ന ഇന്നത്തെ തന്നെ ഏറ്റവും അവസാനം ഇന്ന് കോഴിക്കോട് ഈ പറയുന്ന പാലാട്ടിൽ അബ്ദുഹാം എന്ന് പറയുന്ന ഒരു കർഷകൻ, അതായത് കോഴിക്കോട് കക്കയത്ത്, അതായത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിന് കൊല്ലപ്പെട്ടു. ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഇന്നലെ ഇതിനടുത്തുള്ള പ്രദേശങ്ങളിൽ നാട്ടുകാർ കൃത്യമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതാണ്. എന്തുകൊണ്ട് ഈ പറയുന്ന കാട്ടുപോത്തിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുവാൻ, ഡിറ്റക്ട് ചെയ്യുവാൻ ഈ മന്ത്രിതല തീരുമാനത്തിൽ അല്ലെങ്കിൽ മന്ത്രിതല യോഗത്തിൽ എടുത്തതുപോലെ സംയുക്തമായി പോലീസും വനംവകുപ്പും കൂടി ചേർന്ന് പരിശോധന നടത്തി ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ജനവാസ കേന്ദ്രങ്ങളിൽ ഉണ്ടാകരുത് എന്ന ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് അതൊക്കെ പ്രതിഷേധത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ഞാൻ വരാം. നോക്കൂ സതീഷ്, ആദ്യഘട്ടത്തിൽ പ്രൊഫസർ റോണി കെ ബി ഉയർത്തുന്ന ആക്ഷേപങ്ങൾ കേട്ടല്ലോ. അത് പ്രതിപക്ഷത്തിന്റെ പൊതുസ്വരമാണ്. ഒന്നാമതായി അവർ പറയുന്നു പ്രതിഷേധിച്ചാൽ മാത്രം നഷ്ടപരിഹാരം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇത്തരം പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്. 2, ഈ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയാലും അതിനെ തുരത്താനുള്ള നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയാണോ കാര്യങ്ങൾ? ഇവിടെ ഇപ്പോ കഴിഞ്ഞ ദിവസം കോതമംഗലത്താണെങ്കിലും ഈ സമീപ ദിവസങ്ങളിലാണെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ വലിയ രൂപത്തിൽ ഇപ്പോൾ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുകയാണ്. വളരെ വേദനാജനകമാണ്. നമ്മുടെ എല്ലാവരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഈ അപകടകരമായ ഒരു അവസ്ഥയെ തരണം ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലും വന്യമൃഗ ആക്രമണം എന്നുള്ളത് വലിയ രൂപത്തിൽ ഉയരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിനെ വൈകാരിക പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതിനെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ സങ്കുചിതമായ രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് വലിച്ചുഴയ്ക്കാതെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകളെ മനസ്സിലാക്കി ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ മലയോര ജനതയോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് കാണണം. ഇവിടെ ഇപ്പോൾ എൻ്റെ കോൺഗ്രസ് സുഹൃത്ത് പറയുകയുണ്ടായി, കേരളം 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 എന്ന് അദ്ദേഹം ആവർത്തിച്ചാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അടിമാലിൽ ഇന്ദിര എന്ന സ്ത്രീ മരിച്ച അതേ ദിവസം തന്നെയാണ് കർണാടകയിൽ ഒരാന ചവിട്ടി ആൾ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ഭരണമല്ലേ?
കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കുഴപ്പം കൊണ്ടാണത് എന്ന് പറയാൻ കഴിയുമോ? കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് തമിഴ്നാട്ടിൽ 2 പേരെ ആന ചവിട്ടിക്കൊന്നു എന്ന വാർത്ത നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടത്. എന്ന് പറഞ്ഞാൽ ഇത് പല കേന്ദ്രങ്ങളിലും ഇപ്പോൾ വലിയ രൂപത്തിൽ വന്യമൃഗ ആക്രമണം, മനുഷ്യരെ ആക്രമിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. ഇതിനെ പരിഹരിക്കാൻ എന്താണ് ശാശ്വതമായി നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ അങ്ങനെ ചർച്ച ചെയ്യേണ്ടതിന് പകരം അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ സ്വയം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ മാറി നിന്നവർ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യം വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് കോതമംഗലത്ത് കാണാൻ കഴിഞ്ഞത് എന്നുള്ളത് കാണും. ഇപ്പോൾ ഇവിടുത്തെ ഡീൻ കുര്യാക്കോസ് എന്ന MP ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നല്ലോ മൃതശരീരത്തെ റോഡിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. എൻ്റെ കോൺഗ്രസ് സുഹൃത്ത് ഇവിടെ പറയുന്നത് ബന്ധുമിത്രാദികളാണ് പ്രതിഷേധിച്ചത് എന്നുള്ളതാണ്. പ്രതിഷേധം എല്ലാവർക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഞാൻ അഭിപ്രായ വ്യത്യാസം പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് ഏതെങ്കിലും ബന്ധുമിത്രാദികൾ മുൻകൈ എടുത്തു പോയതാണോ? നുണ പറഞ്ഞ് നമ്മുടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും MP-യും MLA-യും DCC പ്രസിഡന്റ് എല്ലാം വന്ന് മൃതശരീരം കാണാൻ എന്ന വ്യാജേന അകത്ത് കയറി അവിടെ നിന്ന് മൃതശരീരം തട്ടിപ്പറിച്ച് വലിച്ചഴിച്ച് റോഡിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മുടെ നാട് കണ്ടത്. ഇത് എത്രമാത്രം അരാജകപരമായ പ്രവണതയാണ്. ഇത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണോ? യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണോ? അതിനൊപ്പം തന്നെ പുതിയൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ റോഡിലേക്ക് മൃതശരീരം ഉൾപ്പെടെ വലിച്ചു കൊണ്ടുപോകുന്ന സമരപരിപാടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ സർക്കാർ സഹായിക്കുകയുള്ളൂ എന്ന ഒരു പുതിയ നറേറ്റീവ് കൂടി മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എത്ര തെറ്റായ രീതിയിലാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുന്നതെന്ന് കാണണം. നമുക്ക് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രവർത്തകരായ ഞങ്ങളെല്ലാവരും ഈ ഗവൺമെൻറ്റും പറയുന്നത് ഒന്നിച്ചു നിന്ന് ഈ അപകടകരമായ സാഹചര്യത്തെ തരണം ചെയ്യാൻ ആവശ്യമായ സമീപനം എടുക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1972 നമ്മുടെ വനമൃഗ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്നുള്ളത് കാണാൻ കഴിയും. ആ നിയമം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. അത് നമ്മൾ മറന്നു പോകരുത്. 2010 ആനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചതും കോൺഗ്രസിൻ്റെ കാലത്താണ്. ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവന്നത് കോൺഗ്രസിൻ്റെ കാലത്താണ് എന്ന് മറന്നു പോകരുത്. കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യുമ്പോൾ വലിയ പരിസ്ഥിതി പ്രവർത്തകരും വലിയ പരിസ്ഥിതി സ്നേഹികളായി അവതരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആന സ്നേഹികളായിട്ട് അവതരിപ്പിക്കുന്നത്. ഇതാണ് സങ്കുചിത രാഷ്ട്രീയം എന്നുള്ളത്. കേന്ദ്ര നിയമത്തിൻ്റെ ഭാഗമായി ഇത്തരം വന്യമൃഗങ്ങളെ അതിൻ്റെ ആക്രമണത്തെ കൈകാര്യം ചെയ്യുന്നതിന് വലിയ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ആ തടസ്സങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക? ഇതല്ലേ യഥാർത്ഥത്തിൽ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ചെയ്യേണ്ട സമീപനം? അതിന് കേരളത്തിൻ്റെ ഗവൺമെൻറ് എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? കേരളത്തിൻ്റെ ഗവൺമെൻറ് ചീഫ് സെക്രട്ടറി കൺവീനറായിട്ടുള്ള ഒരു കമ്മിറ്റിയെ തന്നെ വെച്ചുകൊണ്ട് ഈ നിയമത്തിൻ്റെ ഭേദഗതി നിർദ്ദേശത്തിന് ആവശ്യമായ കാര്യങ്ങൾ രൂപപ്പെടുത്തുകയും കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഈ കാര്യത്തിനകത്ത് ഇവിടെ നിന്ന് ജയിച്ചു പോയ ഇടുക്കിയുടെ MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ നിങ്ങളുടെ വയനാടിനെ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള 18 UDF MP-മാർ എന്താണ് പാർലമെന്റിനകത്ത് ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ 72 നിയമ ഭേദഗതിക്കകത്ത് ഗുണകരമായ കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഇടപെടൽ നടത്തിയോ? ഇപ്പോൾ വയനാടും ഇടുക്കിയും വലിയ രൂപത്തിലുള്ള വന്യമൃഗ ആക്രമണങ്ങൾ നേരിടുന്ന 2 കേന്ദ്രങ്ങളല്ലേ? അവിടെ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുകയല്ലേ? ഈ കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ഐക്യകണ്ഠേന ഒരു പ്രമേയം ഉൾപ്പെടെ പാസാക്കി ഇത്തരം സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു നിലയിലേക്ക് കേന്ദ്രത്തിൽ പാർലമെൻറ്റകത്ത് നിലപാട് സ്വീകരിക്കണ്ടേ? രാഹുൽ ഗാന്ധി ഒരു പ്രാവശ്യമെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇത്തരം വലിയ ജീവത്തായ ഒരു പ്രശ്നത്തെ ഉയർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ടോ? ഡീൻ കുര്യാക്കോസിന് കഴിയുന്നുണ്ടോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ 5 വർഷക്കാലം കൊണ്ട് ഒന്നും ചെയ്യാതിരുന്നത് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നു എന്ന് വന്നപ്പോൾ മൃതശരീരം മോർച്ചറിയിൽ നിന്നും വലിച്ചു പറിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളൊരു നോട്ടമല്ലേ ഇവർ ചെയ്തിട്ടുള്ളത്? ഇതല്ലേ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത? നിങ്ങൾ നോക്കൂ, ഇപ്പോൾ 2014 മുതൽ 19 വരെ ഇടുക്കിയുടെ MP ആയിട്ടിരുന്നയാൾ ജോയിസ് ജോർജ് എന്ന MP-യാണ്. അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ച്, അന്ന് ഇടതുപക്ഷ MP-മാർ നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ച് ഇപ്പോഴും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും നമുക്കതിൻ്റെ പ്രസംഗങ്ങൾ കാണാൻ കഴിയും. അവരെന്ത് കാഴ്ചപ്പാടാണ് മുമ്പോട്ട് വെച്ചത്? കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് എന്ത് കാഴ്ചപ്പാടാണ് മുമ്പോട്ട് വെച്ചത്? നമ്മ പറഞ്ഞു, നമ്മുടെ ഇടതുപക്ഷ കാഴ്ചപ്പാട് നമ്മ മുമ്പോട്ട് പറഞ്ഞു, സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ സഹായകരമാവുന്ന വിധത്തിൽ 1972 നിയമത്തിനകത്ത് മാറ്റം വരണം.
ഇത് പാർലമെന്റിനകത്ത് അതിശക്തിയായി മുമ്പോട്ട് വയ്ക്കുകയാണ്. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, ലോകത്താകമാനം ഈ കാര്യത്തിനകത്ത് ശരിയായുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വന്യജീവികളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. വന്യജീവികളുമായിട്ടുള്ള ഒരു സുസ്ഥിരമായ വന്യജീവി സംരക്ഷണമാണ് ലോകത്ത് തന്നെ ഉയർത്തപ്പെടുന്ന കാഴ്ചപ്പാട് എന്നുള്ളത് നമ്മൾ സ്വീകരിക്കപ്പെടേണ്ട ഒന്നാണ്. UN-ന്റെ റിപ്പോർട്ട് തന്നെ പറയുന്നത് സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊല്ലുക എന്നുള്ളതാണ്. ഈ ജീവജാലങ്ങളുടെ വനത്തിൻ്റെ വിസ്തൃതിയും അതിൻ്റെ ആവാസ കേന്ദ്രങ്ങളും എല്ലാം പരിശോധിച്ച് ആവശ്യത്തിന് അധികരിച്ചുള്ളതിനെ ശാസ്ത്രീയമായി കൊല്ലുക എന്നുള്ളത് വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും നിർവഹിക്കുന്നുണ്ട്. കേരളത്തിന്റെ സാഹചര്യത്തിനകത്തും റോണി കെ ബേബി നോക്കൂ, സതീഷ് പറഞ്ഞു തുടങ്ങിയിടത്ത് ഞാൻ വീണ്ടും അവിടെ ഒരു ചോദ്യം കൂടെ വെച്ചതിന് ശേഷം മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, നമ്മൾ ആദ്യം ഈ പ്രതിഷേധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തുടങ്ങിയത്. ശ്രീ സതീഷ് പറഞ്ഞതുപോലെ നിങ്ങൾ പറയുന്നു അവിടെ ബന്ധുക്കളാണ് പ്രതിഷേധിച്ചതെന്നോ. ബന്ധുക്കളുടെ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു, അത് ശരിയാണ്. അതിനുശേഷം ഇൻക്വസ്റ്റിനായി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം കാണാനെന്ന വ്യാജാനിയാണ് ഈ കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെയും അവിടെ എത്തുന്നത്. അതിനുശേഷം അവരോട് പ്രതിഷേധത്തെക്കുറിച്ച് പറയുന്നു. അവർ ശരി, ഇനി ഇതാർക്കും ഉണ്ടാകരുത് എന്നുള്ള നിലയിൽ പ്രതിഷേധിക്കാം, അല്ലെങ്കിൽ പ്രതിഷേധത്തിന് അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷെ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഈ ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് ആകെ കാര്യങ്ങൾ പോകുകയും കോൺഗ്രസ് അതിനെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കുകയുമാണ് ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ ബന്ധുക്കൾക്ക് പോലും ആ നടപടികളെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തേണ്ടി വരുന്നത്. ശ്രീ റോണി കെ ബേബി, ഞാൻ അതിൻ്റെ അകത്ത് കൃത്യമായി ചോദിക്കട്ടെ, ബന്ധുക്കളിൽ ആരാണ് ഈ നടപടിയെ തള്ളി പറഞ്ഞത് എന്നുകൂടി പറയുമായിരുന്നെങ്കിൽ നമുക്ക് ഇന്നലെയുള്ള പോലീസ് നടപടിയിലെ പ്രതികരണമാണ്. അത് കൊല്ലപ്പെട്ട സ്ത്രീയുടെ സഹോദരനാണ്. അയാളുടെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെയാണ് പിന്നീട് ഇന്ന് മാറ്റുകുഴൽനാടൻ ആരോ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണ് എന്ന് പറയുകയും ചെയ്തത്. അല്ല, ഈ കൊല്ലപ്പെട്ട ഇന്ദിര എന്ന് പറയുന്ന സ്ത്രീയുടെ സഹോദരൻ തന്നെയാണ്. അദ്ദേഹത്തിന് പരിക്ക് പറ്റി. അദ്ദേഹം ഹൃദയരോഗിയായിട്ടുള്ള സുരേഷാണ്, കുമാറാണ്, അദ്ദേഹം തന്നെ ആശുപത്രി. അതെ, അദ്ദേഹത്തിന്റെ തന്നെ പ്രതികരണമാണ്. അദ്ദേഹം പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ പ്രതിഷേധിക്കാമെന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്, ഇനി ഇത് ഉണ്ടാകരുതല്ലോ എന്ന് കരുതി പ്രതിഷേധിക്കാൻ അനുവാദം കൊടുത്തു. പക്ഷെ പിന്നീട് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഉണ്ടായത്, ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഒരു തവണ കൂടെ കേൾക്കണോ ആ പ്രതികരണം? ഞാൻ കേൾപ്പിക്കാം ഒരു തവണ കൂടി. എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധം ഉയരുന്നത്? നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയാണോ ഇല്ലെന്നുള്ളത്. ഈ അടിമാലി, മൂന്നാർ എന്നൊക്കെ പറയുന്നത് ഒരു 10-25 കിലോമീറ്റർ റേഡിയസിലുള്ള പ്രദേശങ്ങൾ. ഞാൻ തന്നെ വളരെ കൃത്യമായി തന്നെ ഈ ചർച്ചയുടെ ആദ്യം പറഞ്ഞത്, ഞാൻ പേര് സഹിതം തന്നെ പറയാം. ഈ ഇടുക്കി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ കഴിഞ്ഞ 2 മാസം കൊണ്ടുണ്ടായ 6 മരണങ്ങളിൽ അതില് 5 മരണവും നടന്നത് അടിമാലി, മൂന്നാർ പ്രദേശങ്ങളിലാണ്. കോമ്പൻസേഷൻ കിട്ടിയ കൃത്യമായി തന്നെ പറയാം. ഒന്ന്, ഈ പറയുന്നത് ജനുവരി 8-ാം തീയതി പരിമള എന്ന് പറയുന്ന തോട്ടം തൊഴിലാളി 44 വയസ്സ്, ചിന്നക്കനാൽ, അവർക്ക് കിട്ടിയ നഷ്ടപരിഹാരം 50,000 രൂപ. 2, കെ പോൾരാജ് ജനുവരി 23-ാം തീയതി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. കന്മല, മൂന്നാർ പ്രദേശത്ത് അദ്ദേഹത്തിന് കിട്ടിയ നഷ്ടപരിഹാരം, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കിട്ടിയത് 50,000 രൂപ. സൗന്ദരരാജൻ ജനുവരി 26-ാം തീയതി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കിട്ടിയ നഷ്ടപരിഹാരം 50,000 രൂപ. പിന്നെ വന്ന 3 പ്രതിഷേധം ഉയർന്ന 3 സംഭവങ്ങൾ. ഒന്ന്, വെള്ളച്ചാലിൽ പോൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മരണം. 2, സുരേഷ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മരണം. 3, വയനാട്ടിൽ നമ്മൾ കണ്ട പനച്ചിയിൽ അജീഷ്. ഇവിടെ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തില്ല, രാഹുൽ ഗാന്ധി ഇടപെട്ടില്ല എന്നൊക്കെ ഇവിടെ എന്റെ ഇടതുപക്ഷ സുഹൃത്ത് പിന്നെ ആരോപിച്ച ആ സംഭവത്തിൽ ഈ അവസാനം പറഞ്ഞ 3 ആളുകൾക്ക് മാത്രമാണ്, അവരുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് കൃത്യമായി 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയത്. എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. സർക്കാരിന് എന്താണ് ഇതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലായ്മ? ഈ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ മാത്രം ഓടി വരുന്നു, സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരുന്നു. ഞാൻ ഇത്രമാത്രം ദാരുണമായ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രി ഇവിടെ പറഞ്ഞ് രാഹുൽ ഗാന്ധി എവിടെ പോയി? രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ അദ്ദേഹത്തിന്റെ യാത്ര പോലും നിർത്തിവെച്ചിട്ടാ അദ്ദേഹം വയനാട്ടിൽ വന്നത്. നേരത്തെയും താങ്കൾ പറഞ്ഞു രാഹുൽ ഗാന്ധി ഇതിൽ ഇടപെട്ടു. രാഹുൽ ഗാന്ധി ഇത്രയും പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ജനകീയ പ്രതിഷേധം ഉണ്ടായപ്പോൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നതുപോലെ മടങ്ങി പോകുകയും ചെയ്തു. അതിനപ്പുറം ഒരു ഇടപെടലും രാഹുൽ ഗാന്ധി നടത്തിയത് നമ്മൾ കണ്ടതുമില്ല. ശ്രീ സതീഷ്, റോണി കെ ബേബി പറഞ്ഞ ചില പോയിന്റുകൾ താങ്കൾ എനിക്കൊരു ഉത്തരം പറയണം. രാഹുൽ ഗാന്ധി ഒരു പരിഹാരം രാഹുൽ ഗാന്ധി എനിക്ക് ലാലിലേക്ക് കൂടി വളരെ വേഗം പറയൂ സതീഷ്, വളരെ വേഗം ഒരു കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ ശ്രീ സതീഷ്. അല്ല, രാഹുൽ ഗാന്ധി വയനാട് വരുന്നുണ്ട്, വന്നിട്ട് അവിടുന്ന് വടയും മറ്റും കഴിച്ച് തിരിച്ചു പോകുന്നുണ്ട്. ഇത് നമ്മുടെ നാട് കാണുന്നുണ്ട്. എന്റെ ചോദ്യം, രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്ത് 1972 വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഭേദഗതി വരുത്താൻ വേണ്ടി
എന്ത് ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്? ഇപ്പൊ 2022, 2023 ഇതിന്റെ ഭേദഗതി വന്നു, പാർലമെന്റിനകത്ത് ചർച്ചയുണ്ടായി. ആ ചർച്ചയുണ്ടായപ്പോൾ എന്തെങ്കിലും ഭേദഗതി ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സവിശേഷമായ കേരളത്തിന്റെയും വയനാടിന്റെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി രാഹുൽ ഗാന്ധിയുടെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടായിരുന്നോ? ഡീൻ കുര്യാക്കോസിന്റെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടായിരുന്നോ? എന്റെ ചോദ്യം അതാണ്. ഇവിടെ വന്ന് മൃതശരീരത്തെ പിടിച്ചു വലിച്ച് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ പാർലമെന്റേറിയന്മാർ എന്ന നിലയിൽ പാർലമെന്റിനകത്ത് ഈ നിയമത്തിന്റെ ഭേദഗതി ചർച്ച ചെയ്യുമ്പോൾ എന്തെങ്കിലും നിർദ്ദേശം വയ്ക്കാൻ ഡീൻ കുര്യാക്കോസ് ഉണ്ടായോ? എന്തെങ്കിലും നിർദ്ദേശം വയ്ക്കാൻ രാഹുൽ ഗാന്ധി ഉണ്ടായോ? ഇതാണ് എന്റെ ചോദ്യം. എന്നാൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയും, 2014 ഇടുക്കിയിൽ നിന്ന് പ്രതിനിധാനം ചെയ്തു പോയ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ആ പാർലമെന്റിനകത്ത് ഈ പ്രശ്നങ്ങളെ സജീവമായി അവതരിപ്പിച്ചു. എങ്ങനെ? ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ലോകത്തെ ഏത് വീക്ഷണമാണോ നിലനിൽക്കുന്നത് അതിന് സമാനമാകുന്ന വിധത്തിൽ ശാസ്ത്രീയമായി ഇതിനെ കൈകാര്യം ചെയ്യണമെന്ന നിർദ്ദേശം വെച്ചു എന്ന് മാത്രമല്ല, ഒരു ബില്ല് തന്നെ, ഒരു സ്വകാര്യ ബില്ല് തന്നെ, ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു ബില്ല് തന്നെ ആ സഭയ്ക്കകത്ത് പ്രസന്റ് ചെയ്തു അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് 2014-19 കാലം. 2019 നിന്ന് 24 എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ള UDF സംഘം ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തിയില്ല. കേരളത്തെ പൊതുവെ തകർക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കുന്നത് പോലെ തന്നെ ഈ മലയോര ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനകത്തെ നിയമപരിഷ്കാരത്തിനകത്ത് കമാന്നൊരക്ഷരം മിണ്ടാതെ അവിടെ പോയിരിക്കുന്ന സമീപനം ഇവർ സ്വീകരിച്ചു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന്റെ തലേ ദിവസം ഇവിടെ വന്നു കഴിഞ്ഞ് ബഹളം കൂട്ടുന്ന സമീപനം സ്വീകരിക്കുന്നതിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഡീൻ കുര്യാക്കോസ് ഇന്നലെ ഇവിടെ മൃതശരീരവുമായി റോഡിൽ കൂടെ പോകുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. എന്നാൽ ഈ അമ്മ താമസിക്കുന്ന കാഞ്ഞിരവേലി എന്ന പ്രദേശത്തിനകത്ത് ഈ 5 വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹം പോയിട്ടുണ്ടോ? കാഞ്ഞിരവേലിയിൽ ആനയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫെൻസിംഗ് നടത്തുന്നതിന് വേണ്ടി MP-യുടെ ഫണ്ടിൽ നിന്ന് 1 രൂപയെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ? അതിൻ്റെ അകത്തിനൊന്ന് പറയാൻ കഴിയുമോ? എന്നാൽ അവിടെയും ഞങ്ങൾക്ക് പറയാൻ കഴിയും. അവിടെ രാജ എന്ന MLA-യുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്തേക്കുള്ള വികസന പ്രവർത്തനത്തിനും വന്യജീവി ആക്രമണങ്ങളെ തടയുന്നതിനും ആവശ്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പരിമിതികളുണ്ട്, സാമ്പത്തിക പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് ഞങ്ങളിത് ചെയ്യുന്നു. ഞങ്ങളത് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നു, ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ 72 നിയമത്തിനകത്ത് കാതലായ മാറ്റം വരണം. കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ ബാധ്യത. ആ കേന്ദ്ര സർക്കാരിന്റെ നയം തിരുത്താൻ MP-മാർ എന്ന നിലയിൽ ഇവിടെ നിന്ന് പോകുന്ന UDF MP-മാർ തയ്യാറാകാത്തതിന്റെ അപകടമാണ് ഉണ്ടാകുന്നത്. ആ അപകടത്തെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഇതിനെ വൈകാരിക പ്രശ്നമാണ്. വൈകാരികമായിട്ട് ആർക്കും വേണമെങ്കിലും എന്തെല്ലാം പറയാം, എന്തും കാണിക്കാം. ഇവിടെ നോക്കൂ, ഒരു മൃതശരീരം പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്നു, ഇൻക്വസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം നിൽക്കുന്നു. അവിടെ നിന്ന് വലിച്ചു പറിച്ചെടുത്ത് റോഡിലേക്ക് കൊണ്ടാവോ? ഒരു മൃതശരീരം കൂടി ഒന്ന് കൊണ്ടുവന്നോട്ടെ ചർച്ചയിൽ. ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്ന് പോകുകയാണ്. ആദ്യഘട്ടം ഏകദേശം അരമണിക്കൂർ പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മാത്രം ലാലിലേക്ക് ഞാൻ ഒന്ന് പോകുന്നു. അതിനുശേഷം ഞാൻ മടങ്ങി വരാം. ശ്രീ ലാൽ, നോക്കൂ, ഇന്നലെ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്, അത് ഞാൻ വായിക്കുകയാണ്. മൃതദേഹം കൊണ്ടുപോകാനായി ആംബുലൻസ് പോലീസ് തയ്യാറാക്കി നിർത്തിയിരുന്നു. അതായത് ഈ പ്രതിഷേധം നടക്കുന്ന സന്ദർഭത്തിലാണ് മൊബൈൽ ഫ്രീസറിന് മുകളിൽ കിടന്ന്, ഏതാണ് ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന മൊബൈൽ ഫ്രീസറാണ്, അതിന് മുകളിൽ കിടന്ന് പോലീസ് നീക്കത്തെ തടയാൻ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. മൃതദേഹം കിടത്തിയ മൊബൈൽ ഫ്രീസർ പ്രവർത്തകരിൽ നിന്ന് മോചിപ്പിച്ച് പോലീസ് ആംബുലൻസ് അടുത്തെത്തിച്ചു. അങ്ങനെ മൃതദേഹം കയറ്റിയാണ് ആംബുലൻസ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഇൻക്വസ്റ്റ് പൂർത്തീകരിക്കുന്നതിന് മുൻപ് പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ മൃതദേഹത്തെ കുറിച്ചാണ് ഈ പറയേണ്ടി വരുന്നത്. ലാൽ, എത്ര കഷ്ടമായ ദയനീയമായ അവസ്ഥയാണെന്ന് നോക്കൂ. ഞാൻ സുപ്രീം കോടതിയുടെ ഒരു വരി വായിക്കാം. The court issued notices to the Tamil Nadu government as well as to the police and observed that the scope and ambit of Article 21 includes the right to have decent burial. ഇത് സുപ്രീം കോടതിയുടെ പ്രയോഗമാണ്. ആർട്ടിക്കിൾ 21 ഭരണഘടന റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നതിനകത്ത് ഡീസൻറ്റ് ബറിയലും അതിൻ്റെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ ബാക്ക് ബോണാണ്. അതിനെ കേട്ടേൽ ചെയ്യുന്ന ഇടപെടലാണ് കോൺഗ്രസ് ഇന്നിവിടെ നടത്തിയിരിക്കുന്നത്. അതിന് ചുമ്മാതെ കിടന്ന് ഇതാണെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആ ഡീസൻറ്റ് ബറിയലിനുള്ള ഇടപെടലുണ്ടാക്കുക, അതിന് മുമ്പുള്ള ഓരോ കാര്യങ്ങളിലും നമ്മളുടെ ഉത്തരവാദിത്തമാണ്, സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത്
ഒരു മതത്തിലെ 2 വിഭാഗങ്ങൾ തമ്മിൽ അടിയുണ്ടായി. അവിടെ ഡെഡ് ബോഡിയൊക്കെ റോഡിൽ വെക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നൊരു നിയമം കൊണ്ടുവന്നു. കാര്യം എന്താ? സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ മരിച്ചുപോയ ആളോടുള്ള സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. ആ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം കാണിക്കാനുള്ള അവരുടെ ഡ്യൂട്ടിയെ ഇല്ലാതാക്കുന്ന, അതിനെ നെഗേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇടപാടാണ് ഈ നടത്തിയിട്ടുള്ളത്. അത് ശരിയല്ല. അതിനിപ്പോൾ എന്നാ ന്യായീകരണം പറഞ്ഞാലും ചുമ്മാ കിടന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്കെതിരെ കൃത്യമായി അതിനെതിരെ കേസെടുക്കേണ്ടതായിട്ടുണ്ട്. കേസെടുത്തിട്ടുണ്ടാവുന്നതിനെ ഞാൻ കരുതുന്ന കാര്യം, അല്ലാതെ പോകാൻ പറ്റില്ല. നോക്കൂ, കോൺഗ്രസ് പറയുന്നത് എന്താണ്? ഈ മലയോര പ്രദേശത്തുള്ള ആൾക്കാരുള്ള സ്നേഹം ഒക്കെ മൂത്ത് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നിൽക്കട്ടെ, ഞാനും അഷിതയും ഒരുമിച്ചിരുന്ന ഒരു ചർച്ച നോക്കൂ, ലാൻഡ് അസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ച ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? പതിച്ചു കൊടുക്കുന്ന ഭൂമി ആ പതിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു? അതാണ് ഈ പറയുന്ന മലയോര മേഖലയിൽ ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നങ്ങളിലൊന്നായിരുന്നു അത്. അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഗൈഡ് ലൈൻസ് വന്നതിന് ശേഷം, സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം കേരള നിയമസഭ ഒരു നിയമം പാസ്സാക്കി. ആ നിയമം പാസ്സാക്കിയതിൽ അത് ഐകകണ്ഠേന പാസ്സാക്കി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇവർ ഇതിനകത്ത് ഉടായ്പ കാണിച്ചു. കാര്യം ഗവർണർ അത് ഒപ്പിടാതെ വന്നു കഴിഞ്ഞപ്പം ഇവർ അത് ഒപ്പിടേണ്ട കാര്യമില്ല എന്ന് പറയുന്ന രീതിയിൽ പോലും സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയവരുണ്ട് ഇതിനകത്ത്. മലയോര ആൾക്കാരോട് എന്നെ കേൾക്കുന്ന മലയോര ആൾക്കാരുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ നിലപാടതായിരുന്നു. കോൺഗ്രസ് കളിച്ച കളിയതാ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും ഇത് കാണിക്കുന്നതെന്ന് വിചാരിക്കരുത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നുണ്ടുള്ള ഒറ്റ കാര്യമാണ്. ശാശ്വതമായ പരിഹാരം നിങ്ങളുടെ വിഷയങ്ങൾക്ക് ആവശ്യമുണ്ട്. കാര്യം ശാശ്വതമായ പരിഹാരമാണ് ഒരു ജനതയ്ക്ക് ആവശ്യം. ആ ആവശ്യം നടപ്പാക്കണമെങ്കിൽ സതീഷ് പറഞ്ഞതുപോലെ ഇതിനകത്ത് സബ്സ്റ്റാൻഷ്യൽ അമെൻമെൻറ്റ്, അത് ഫോറസ്റ്റ് ലോയ്ക്കകത്താണെങ്കിലും എൻവയോൺമെൻറ്റൽ ലോയ്ക്കകത്താണെങ്കിലും ഒക്കെ വ്യത്യാസം വരണം. അതൊക്കെ കേന്ദ്രം പാസ്സാക്കിയിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടുകളാണ്. ആ കേന്ദ്രം പാസ്സാക്കിയ സ്റ്റാറ്റ്യൂട്ടുകളിൽ അമെൻമെൻറ്റ് നടക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ പാർലമെൻറ്റിന് മാത്രമേ കഴിയത്തുള്ളൂ. കേന്ദ്ര സർക്കാർ എന്നുള്ള പ്രയോഗം തെറ്റാണ്. പാർലമെൻറ്റിന് മാത്രമേ കഴിയത്തുള്ളൂ. പാർലമെൻറ്റിലാണ് അതിൻ്റെ ഇടപെടൽ നടത്തേണ്ടത്. അല്ലാതെ നമ്മൾ ഇവിടെ കിടന്ന് ഞാനിവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകും, കോൺഗ്രസിൻ്റെ നേതാവ് വന്ന് കുറേ കാര്യങ്ങൾ പറയും, അതിനെതിരെ CPM-ൻ്റെ നേതാവ് പറയും. അപ്പം നിങ്ങൾക്ക് തന്നെ സംശയമാവും എന്താ നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങളുടെ പരിഹാരം, ഞാൻ അവിടുത്തെ ആൾക്കാരോട് പറഞ്ഞത്, അതിന് വ്യക്തമായ 100% നിങ്ങളുടെ കാര്യം പരിഹരിക്കപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിയമം പൊളിച്ചെഴുതുക തന്നെ വേണം. അത് പൊളിച്ചെഴുതാൻ കേരളത്തിലെ സംസ്ഥാനം വിചാരിച്ചാൽ പിണറായി വിജയനല്ല, ഇതിനു മുമ്പുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും കൂടി ഒരുമിച്ച് ആ നിയമസഭ വന്നാലും നടക്കത്തില്ല. കാര്യം അത് നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്, അല്ലെങ്കിൽ പാർലമെൻറ്റാണ്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ റോള് ചെറുതുമല്ല. ഇതാണ് സത്യം. പിന്നെ ഈ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നോക്കൂ. ഇതിൻ്റെ ഇക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനകത്ത് ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും ഭംഗിയായി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഗാഡ്ഗിലാണ്. ഗാഡ്ഗിലാണല്ലോ എൻവയോൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയും ഗാഡ്ഗിൽ റിപ്പോർട്ട് വരികയും ആ ഗാഡ്ഗിൽ റിപ്പോർട്ടിന് എതിരായിട്ടാണല്ലോ നമ്മുടെ നാട്ടിൽ സമരങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ പറയുന്ന ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റിൽ ഡോക്ടറേറ്റ് ഉള്ള, ഹാർവർഡിൽ നിന്ന് ഡോക്ടറേറ്റ് ഉള്ള ഗാഡ്ഗിൽ പറയുന്നത് വന്യമൃഗങ്ങളെ കൊല്ലണമെങ്കിൽ കൊല്ലണം. അത് എല്ലാ ലോകത്തും നടക്കുന്ന പ്രതിഭാസമാണ്. ഈ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന പ്രതിഭാസമാണ്, നമ്മുടെ മാത്രം നടക്കുന്നതല്ല. അതിൻ്റെ നമ്പർ എക്സസ് ആകുകയാണെങ്കിൽ അത് ഇക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാക്കും. ആ ഇക്കോളജിക്കൽ ഇംബാലൻസ് മനുഷ്യന് ഡീൽ ചെയ്യാൻ ഇതിനെ കൊല്ലുക, അല്ലെങ്കിൽ അതിനെ പോപ്പുലേഷൻ കൺട്രോളിനുള്ള കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആന ഇറങ്ങി വരുന്നു, കാട്ടിൽ നിന്ന് 100 ആന ഇറങ്ങി വരികയാണെങ്കിൽ എല്ലാ ആനയും നിർത്തി സർക്കാരിന് പിടിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനതയോട് സ്നേഹമുള്ളതുകൊണ്ടും ആത്മാർത്ഥമുള്ളതുകൊണ്ടുമാണ് ഫോറസ്റ്റ് അത്രയും അക്ഷീണം അതിനകത്ത് പരിശ്രമിക്കുന്നത്. എനിക്ക് ഒരു സംശയവുമില്ല, ആ ഡിപ്പാർട്ട്മെൻറ്റ് അക്ഷീണം പരിശ്രമിക്കുന്നുണ്ട്. ഇവർ ചുമ്മാ മന്ത്രിയെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പറഞ്ഞല്ലോ, ഒരു ദിവസം 40 ആന ഇറങ്ങി വരും, അവിടുന്ന് ഇവിടുന്ന്. എങ്ങോട്ട് ഫോക്കസ് മാറ്റണം? 100 പേര് നിന്ന് കഴിഞ്ഞാൽ ഒരു ആനയെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ട ഇടപെടൽ നടത്തണമെങ്കിൽ കൃത്യമായി നമ്മൾ ലെജിസ്ലേറ്റീവ്ലി എക്വിപ്ഡ് ആയിരിക്കണം, ലീഗലി എക്വിപ്ഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് ദ റൈറ്റ് വേർഡ്. ഇഫ് യു ആർ നോട്ട് ലീഗലി എക്വിപ്ഡ്, വാട്ട് വിൽ ഹാപ്പൻ? ദിസ് വിൽ ഹാപ്പൻ, ദിസ് വിൽ കണ്ടിന്യൂ ഹാപ്പനിങ്. നിങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ പറയും ആൾക്കാരെ പറ്റിക്കാനായിട്ട് പിണറായി വിജയനും സംസ്ഥാന സർക്കാരും ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കിടന്ന്. കാര്യം ശരിയായിരിക്കും, കുറച്ച് പേരെങ്കിലും വോട്ടും ചെയ്യുമായിരിക്കും. പക്ഷേ ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ രാഹുൽ ഗാന്ധിയിലേക്കൊന്നും പോകുന്നില്ല. രാഹുൽ ഗാന്ധിയൊക്കെ അവിടെ യാത്രയൊക്കെ നടത്തിക്കോട്ടെ, എന്തെങ്കിലും ഗുണം ഉണ്ടാകട്ടെയും ചെയ്യട്ടെ. കാര്യം സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഉള്ള പ്രവർത്തനമാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഈ സംഘപരിവാറിനെ ഈ രാജ്യത്ത് നിന്ന് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതും നടക്കട്ടെ. പക്ഷേ കുഴപ്പം, ഈ പറഞ്ഞ പ്രക്ഷോഭത്തിനിടയ്ക്ക് സിദ്ദിഖിനെതിരെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. സിദ്ദിഖ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധിയെ വിടാവുന്നേ. സിദ്ദിഖിനെതിരെ പ്രശ്നം ഉണ്ടായിരുന്നു, സിദ്ദിഖിനെ അടുപ്പിച്ചില്ല.
സിദ്ദിഖ് CPM കാരനല്ലോ ആണോ? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഹ്യൂമൻലി കേപ്പബിൾ ആയിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ സംസാരിക്കണം. കാര്യം ഇപ്പം ശശീന്ദ്രനെതിരെ ആൾക്കാർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മന്ത്രി അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. മന്ത്രിയുടെ പരിമിതി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്. ആ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾക്ക് ഒരു ആക്ഷൻ നടത്തണമെങ്കിൽ അതിന് ലെജിസ്ലേറ്റീവ് ബാക്കപ്പ് വേണം. എന്ന് വെച്ചാൽ ലോ വേണം. ആ ലോ അമെൻഡഡ് അല്ല എങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന ഓരോ പ്രാവശ്യവും ഒരു ആന വരുമ്പം ഇവിടുന്ന് ഫോറസ്റ്റിന് ഒരു സ്കറിയ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടറാണ്, അദ്ദേഹത്തെ കൂട്ടത്തിൽ ഒരു സംഘത്തിനെ വിടുക. 4 ഇടത്ത് ആന ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ മൊത്തം മാറ്റി നിർത്തി ഈ പറയുന്ന ആനയെ പിടിക്കാനും കഴുവെ പിടിക്കാനും കരടിയെ പിടിക്കാനുമായിട്ട് നിർത്തേണ്ടി വരും. അതല്ല പെർമനൻറ്റ് സൊല്യൂഷൻ. നിങ്ങൾക്ക് ആൾക്കാർ പറഞ്ഞല്ലേ, ആൾക്കാർ കേൾക്കാൻ തന്നെയാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ പെർമനൻറ്റ് സൊല്യൂഷൻ ആ രീതിയിൽ ഒരു സൊല്യൂഷൻ ലോകത്തൊരിടത്തും കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് രാജ്യങ്ങളെങ്കിലും ട്രാവൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയാണ്, ഒരു കാര്യവും ഇങ്ങനല്ല ആൾക്കാർ ഡീൽ ചെയ്യുക. അപ്പം ഈ പറയുന്ന പ്രശ്നത്തെ ഈ പറഞ്ഞ സതീഷ് പറഞ്ഞതുപോലെ, സതീഷ് പറഞ്ഞ പോലെ ശാശ്വതമായ പരിഹാരമാണെങ്കിൽ കോൺഗ്രസ്സുകാർ ജാഥ നടത്തിയാലൊന്നും നടക്കത്തില്ല. ഈ പറയുന്ന ഡെഡ് ബോഡി കൊണ്ടുവന്ന് അതിവൈകാരികത ഇളക്കി വിടാം എന്നല്ലാതെ അവിടുത്തെ സമാധാനമായിട്ട് ആൾക്കാർക്ക് കിടന്നുറങ്ങണം. കറക്റ്റാണ്. അവർ റൈറ്റ് ടു സ്ലീപ്പ് പോലും ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ടു സ്ലീപ്പ്. ആ സ്ലീപ്പ് നടക്കുന്നില്ല എങ്കിൽ അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് ശാശ്വതമായ പരിഹാരം എങ്ങനെ കൊടുക്കും? അപ്പം ഞാൻ ഒന്നുകൂടെ എൻ്റെ പോയിന്റ്, ഡിസ്ട്രസ് ചെയ്യുന്ന പോയിന്റ്, ഇതിനകത്ത് കോൺഗ്രസും BJPയും ഇതൊക്കെ വിട്ടുകളയുക. അങ്ങനെ സങ്കുചിതമായ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം മന്ത്രി അത് ചെയ്തില്ല, മന്ത്രി ഇത് ചെയ്തില്ല, അതും പറഞ്ഞോട്ടെ, എനിക്ക് അതിലും പ്രശ്നമില്ല. മന്ത്രി ഇപ്പം ഒരു പോയിന്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് മെഷീനറി ഒരു പോയിന്റിൽ ഇന്നെഫിഷ്യൻ്റായിട്ട് ഇടപെട്ടു എന്നിരിക്കട്ടെ, അതും വിമർശനമായി വരട്ടെ. കാര്യം ബെറ്റർ ഇതായിട്ട് പെരുമാറാനായിട്ട് പറ്റുമല്ലോ. പക്ഷെ ഒരു കേസ് അല്ല ഇത്. വീണ്ടും ആനിമൽസ് ഇങ്ങനെ വൈൽഡ് ആനിമൽസ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ഒരു ലാക്കുണ ഇവിടെ ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. അല്ല ഈ പറഞ്ഞല്ലോ, കോൺഗ്രസിനും CPMനും ടീം ഉണ്ടാക്കാൻ പറ്റുമോ ഇതിനെ പിടിക്കാൻ? പറ്റത്തില്ല. അങ്ങനെ നമുക്ക് പറ്റത്തില്ല. അതല്ല BJPക്ക് ടീം ഉണ്ടാക്കാൻ പറ്റില്ല. റിയാലിറ്റി, ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ ഞാൻ വരാം. റോണി കെ ബേബി, നോക്കൂ, ഇപ്പോൾ ലാൽ തന്നെ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ തവണ വയനാട്ടിൽ പ്രതിഷേധം ഉണ്ടായപ്പോൾ സിദ്ദിഖിനെ തടഞ്ഞിരുന്നു നാട്ടുകാർ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ MLA എന്നുള്ള നിലയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ജനപ്രതിനിധി എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. 1. 2, ഈ പ്രശ്നത്തിന്റെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ ഭാഗം, ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന് പോലും നടത്തണമെങ്കിൽ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരണം. അതെങ്ങനെ വരണം? പാർലമെന്റിൽ നിന്നും വരണം. പറയൂ, പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് പോയ 18 MPമാർ എന്ത് ചെയ്തു ഈ വിഷയത്തിൽ? പ്രത്യേക രാഷ്ട്രീയം ഉണ്ടല്ലോ. കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് വീഴ്ച വന്നാലും അത് മുഴുവൻ കേന്ദ്രത്തിന്റെ തലയിൽ വെച്ച് കെട്ടുക. എന്നിട്ട് കേരളത്തിൽ നിന്നുള്ള 18 UDF MPമാർ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് തുടർച്ചയായി ഇങ്ങനെ അങ്ങ് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളിവിടെ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട ഡോക്ടർ ലാൽ അദ്ദേഹം പറയുകയുണ്ടായി റൈറ്റ് ടു ഡീസന്റ് ബെറിയൽ. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് റൈറ്റ് ടു സ്ലീപ്പ്, നന്നായിട്ട് ഉറങ്ങുവാൻ പോലുമുള്ള അവകാശം എന്നത് മൗലിക അവകാശമാണ്. പക്ഷെ നമുക്ക് നന്നായിട്ട് ഉറങ്ങണമെങ്കിൽ, ഇനിയും മരണശേഷം നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു ബറിയൽ കിട്ടണമെങ്കിൽ നമുക്കറിയാം അതിനേക്കാളും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ്. സ്റ്റേറ്റിന്റെ ഏറ്റവും പരമോന്നതമായ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരാളെ അദ്ദേഹത്തിന് ഭൗതിക ശരീരം വളരെ കൃത്യമായി അടക്കം ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതല്ല, മറിച്ച് അയാൾക്ക് ജീവിക്കാൻ, അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്, അയാളുടെ പ്രോപ്പർട്ടിക്ക്, അയാളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ക്രമീകരണം ചെയ്യുന്നുള്ളതാണ്. അതെ, അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ പരാജയം എന്ന് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ആദ്യഘട്ടത്തിൽ എണ്ണി പറഞ്ഞല്ലോ, നഷ്ടപരിഹാര തുകയടക്കം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, അതാണ് സംസ്ഥാന സർക്കാരിന് പോലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരണം. അത് വരണമെങ്കിൽ ആ വിഷയം പാർലമെന്റിലേക്ക് വരണം. ഭൂരിഭാഗവുമല്ല, അതിലും കൂടുതൽ മൃഗീയ ഭൂരിപക്ഷത്തിലാണല്ലോ കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് 18 പേർ പാർലമെന്റിലേക്ക് പോയത്. അപ്പോൾ അവരെന്ത് ചെയ്തു എന്നുള്ളത് സ്വാഭാവിക ചോദ്യമല്ലേ? താങ്കൾ മുൻപ് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച പോലെ അക്കമിട്ട് നിർത്താൻ സാധിക്കുമോ താങ്കൾക്ക്? എന്ത് ചെയ്തു എന്നുള്ളത് ജനപ്രതിനിധികൾ, MPമാർ? നമുക്കറിയാം ഈ 18 UDF MPമാർ ഞങ്ങൾ എന്ന് പറയുന്നത് ഭരണപക്ഷിയുടെ ഭാഗമല്ല, ഞങ്ങൾ അവിടെ പ്രതിപക്ഷത്തിന്റെ ഭാഗമാണ്. കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ ഇവിടെ കേരളത്തിലുള്ള ഒരു CPMന്റെ നേതാവിനോ ഒരു പ്രതിനിധിക്കോ പറയാൻ കഴിയില്ല കേരളത്തിൽ നിന്നുള്ള UDF MPമാർ, അത് ഡീൻ കുര്യാക്കോസ് ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, ഈ മലയോര കർഷകരുടെ വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടില്ല. ഞാൻ തന്നെ ഒരു ഡസൻ കത്തുകൾ ഉൾപ്പെടെ കേന്ദ്ര വനം മന്ത്രിക്ക് ഉൾപ്പെടെ ശ്രീ രാഹുൽ ഗാന്ധി അയച്ചതും രാഹുൽ ഗാന്ധി
വനം മന്ത്രിയുടെ അടുത്ത് ചെന്ന് ഈ മലയോര കർഷകർ നേരിടുന്ന ദുരിതത്തെക്കുറിച്ച്, ബുദ്ധിമുട്ടുകളെ-കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു ഡസൻ സംഭവങ്ങൾ ഞാൻ വളരെ കൃത്യമായി തന്നെ ഞാൻ ഇവിടെ ഈ കൈരളി ചാനലിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് എനിക്ക് കഴിയും. കാരണം അതൊക്കെ വളരെ കൃത്യമായി ഡോക്യുമെന്റഡ് ആണ്. നമ്മളിങ്ങനെ UDF ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായി ഞാൻ ഇവിടെ ഒരു ആരോപണമായിട്ട് തന്നെ ഉന്നയിക്കുക. കഴിഞ്ഞ വർഷം നിയമസഭയിൽ തന്നെ വനംവകുപ്പ് മന്ത്രി പറഞ്ഞ കേന്ദ്രത്തിൽ നിന്നും അനുവദിച്ച ഏകദേശം 60 കോടിയോളം രൂപ ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ നിയന്ത്രണത്തിന് വേണ്ടി, അവർ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നതിന് തടയുന്നതിന് വേണ്ടി ഉൾപ്പെടെ നൽകിയ 60 കോടി രൂപയിൽ 37 കോടി രൂപയും ചെലവഴിക്കാതെ അവശേഷിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതിന്റെ രേഖകൾ ഞാൻ പിന്നെ ഇവിടെ ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം നമ്മൾ അങ്ങനെ എല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ ഇവിടെ പ്രശ്നം സംഭവിച്ച ശേഷം എന്ത് ചെയ്യാം എന്നുള്ളതിൽ നിന്ന് മാറി പ്രശ്ന പരിഹാരത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ നിയമത്തിൽ മാറ്റം വരണം. അപ്പോൾ ആ നിയമം മാറ്റുന്നതിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തിയോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോട്ടെ, ഇവിടെ നമ്മുടെ നിയമമല്ലല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ നിയമമാണോ പ്രശ്നമല്ല. കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. കാരണം നമുക്കറിയാം, വനമാണെങ്കിലും വന്യജീവി ആണെങ്കിലും അതൊന്നും കേന്ദ്രത്തിന് അത് എന്ന് പറയുന്നത് കൺടെക്സ്റ്റിൽ വരുന്നതാണ്. അത് യൂണിയൻ ലിസ്റ്റിന്റെ ഭാഗമല്ല, സ്റ്റേറ്റ് ലിസ്റ്റിന്റെ ഭാഗമല്ല, കൺകറന്റ് ലിസ്റ്റില്ല. അതിനകത്ത് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വനം, പരിസ്ഥിതി തുടങ്ങിയ കാര്യങ്ങൾ അതിനകത്ത് ആവശ്യമായ കഴിഞ്ഞ തവണ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ കേന്ദ്ര വനം മന്ത്രിയും ഈ സമാനമായ വാദം, അത് സ്റ്റേറ്റിന് ആ വിഷയത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാമെന്നുള്ളൊരു വാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ തോക്ക് തരാൻ വെടിവെക്കരുത് എന്ന് പറയുന്നത് പോലെ ഈ വിഷയം കൺകറന്റ് ലിസ്റ്റിൽ കൊണ്ടുവന്നിട്ടിട്ട് എന്ത് കാര്യം ശ്രീ സതീഷ്? അല്ല, ഒന്ന് എൻ്റെ ബഹുമാനായ കോൺഗ്രസ് സുഹൃത്ത് ഈ പ്രശ്നത്തിൽ പോലും BJP സർക്കാരിനെ എതിരെ പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് എത്രമാത്രം നിരാശാജനകമാണ് എന്നുള്ളത് കാണണം. ഒരു യഥാർത്ഥ വസ്തുത ചർച്ച ചെയ്യുമ്പോൾ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി പാർലമെൻറ്റിനകത്ത്, ഇവിടെ ലാൽ പറഞ്ഞ പോലെ പാർലമെൻറ്റിനകത്ത് നിയമം ഭേദഗതി ചെയ്യേണ്ട ഒരു കാര്യത്തിനകത്ത് കേന്ദ്രം ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ സംസ്ഥാനം അപ്പോൾ തന്നെ കേന്ദ്രത്തെ പറയും എന്ന് അദ്ദേഹം പറഞ്ഞ് കേന്ദ്രത്തെ ന്യായീകരിക്കുകയാണ്. ഇത് മലയോര ജനതയോട് ചെയ്യുന്ന, ഈ കേരളത്തിൻ്റെ ജനതയോട് ചെയ്യുന്ന നീതിപൂർവമായ ഒരു ഇടപെടലാണോ എന്ന് കേൾക്കുന്ന ഇതിൻ്റെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഇവിടെ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, സംസ്ഥാന സർക്കാരിന് എല്ലാം പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു വർത്തമാനമാണല്ലോ പറയുന്നത്. ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കിയപ്പോൾ എന്തിനാണ് പ്രതിപക്ഷം അതിന് കൂട്ടുന്നത്? എന്തിനാണ് പ്രമേയത്തെ പിന്തുണച്ചത്? കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ് കാതൽ എന്നുള്ളത് കൊണ്ടല്ലേ നിയമസഭയുടെ പ്രമേയത്തെ കോൺഗ്രസ് പിന്താങ്ങിയത്? ഇപ്പം ഈ നിമിഷത്തെ ചർച്ചയിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി അതോ ഒളിച്ചു വെച്ചിട്ട് ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം? 2022-23 ഈ നിയമത്തിൻ്റെ ഭേദഗതിയെ സംബന്ധിച്ച് പാർലമെൻറ്റിനകത്ത് ചർച്ച ചെയ്തപ്പോൾ ഡീൻ കുര്യാക്കോസ് എന്തെങ്കിലും ഒരു നിർദ്ദേശം സമർപ്പിച്ചോ, ഒരു ഭേദഗതി അവിടെ അവതരിപ്പിച്ചോ? ഇതേ ഞാൻ ചോദിച്ചോളൂ. തെരഞ്ഞെടുത്ത് പോകുന്ന MP, അത് ഡീൻ ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, ആരായിക്കൊള്ളട്ടെ, റോഡിൽ വന്ന് നിന്ന് പല അഭ്യാസങ്ങളും കാണിക്കാൻ കഴിയും. പക്ഷേ തന്നെ ജനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ആ സഭയ്ക്കകത്ത് ഈ നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി, ഈ മലയോര ജനതയ്ക്ക് വേണ്ടി, ഈ വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ നിയമത്തിലെ ഇന്ന കാര്യം തടസ്സമാണ്, അത് മാറ്റിത്തരണം, അത് മാറ്റിത്തരിക എന്നുള്ളത് പിണറായിക്ക് ചെയ്തു കൊടുക്കുന്ന സഹായമല്ല, താൻ പ്രതിദാനം ചെയ്യുന്ന ഇടുക്കിയിലെ മലയോര ജനതയ്ക്ക് ചെയ്യുന്ന സഹായമാണ് എന്ന നിലയിൽ ആ ചർച്ചയുടെ ഭാഗമായി ഒരു ഭേദഗതി വച്ചോ, ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചോ? ഇല്ലല്ലോ. അതല്ലേ ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ പോലും ഒരു ഭേദഗതി മുമ്പോട്ട് വയ്ക്കാൻ കഴിഞ്ഞില്ല. അതവിടെയാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എണ്ണി സഭയ്ക്കകത്ത്, പാർലമെന്റിനകത്ത് ജോയ്സിന്റെ കാലത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു, അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ കാലത്ത്. അദ്ദേഹം ഒരു സ്വകാര്യ ബില്ല് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ച് ഇതിൻ്റെ ശാസ്ത്രീയമായ വിവരങ്ങളെയെല്ലാം ഉൾച്ചേർത്തുകൊണ്ട് മലയോര ജനതയ്ക്ക് സഹായകരമാകുന്ന വിധത്തിൽ ശാശ്വതമായി പ്രശ്നം പരിഹരിക്കപ്പെടാൻ കഴിയത്തക്ക വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് ഒരു ബില്ല് തന്നെ അവതരിപ്പിച്ചിരുന്നു. ആ ബില്ല് അവതരിപ്പിച്ചതിൻ്റെ തുടർച്ചയിൽ വന്നിട്ടുള്ള ഈ കോൺഗ്രസിൻ്റെ UDFന്റെ MP അതിനുവേണ്ടി ഒരു പരിശ്രമവും നടത്താത്തതിനെ ഈ ഘട്ടത്തിലെങ്കിലും ഞങ്ങൾ വിമർശിക്കണ്ടേ? ആ വസ്തുത അവിടെ നിൽക്കുമ്പോൾ അതൊന്നും ജനങ്ങളുടെ മുമ്പാകെ ചർച്ച ചെയ്യേണ്ട എന്ന് കരുതി മൃതശരീരം പിടിച്ചു വാങ്ങുന്ന സമീപനത്തിലേക്ക് പോകുന്നത് ശരിയാണോ? ഇതാണ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ അങ്ങ് വീണ്ടും പറയും, അങ്ങ് ഈ സമരത്തോട് യോജിക്കുന്നുണ്ടോ? ഇപ്പോൾ വൈകാരികമായ പ്രശ്നം എന്ന നിലയിൽ ഞാനും അതിനെ ഉൾക്കൊള്ളാം. ജനങ്ങളുടെ കൂടെയാണ് നമ്മളെല്ലാവരും നിൽക്കേണ്ടത്, ഒരു തർക്കവും ആ കാര്യത്തില്ല. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർമാർ ഉൾപ്പെടെ നിൽക്കുന്ന ബോഡി പിടിച്ചു വലിച്ചു കൊണ്ടുപോയി റോഡിലേക്ക് കൊണ്ടുപോയാൽ അങ്ങനെയുള്ള ഒരു സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ കോൺഗ്രസിനെ പോലുള്ളൊരു പാർട്ടി പറഞ്ഞാൽ അതെത്ര അരാജകത്വമാണ്?
അവിടെ നാട്ടിലെ ജനങ്ങൾ ഇതിൻ്റെ വൈകാരികമായ അവസ്ഥയെല്ലാം കണ്ടുകൊണ്ട് നാട്ടിലെ ജനങ്ങളെല്ലാം കൂടി തീരുമാനിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ആ ബോഡിയുമായി പോകുന്ന വേളയിൽ ഫോറസ്റ്റ് ഓഫീസിൻ്റെയോ പൊതുനിരത്തിലോ വെച്ചിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തണം എന്നൊരു പൊതുധാരണ അവരെടുത്തിരുന്നു. എന്നാൽ ആ പൊതുധാരണ എടുത്തതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ കയറി ഈ തെറ്റായ പ്രവണത ചെയ്തത് എന്നുള്ളത് കാണണം. ഞാൻ ചോദിക്കട്ടെ, ആ സമരത്തിൻ്റെ മുന്നിൽ നിന്നവരെ നമ്മൾ കണ്ടു, ആ മുദ്രാവാക്യം വിളിക്കുന്നവരെ കണ്ടു. ആന്റണി ജോൺ MLA എവിടെ എന്നാണ് മുദ്രാവാക്യം ചെയ്യുന്നത്. ആ മുദ്രാവാക്യം വിളിച്ചവരാരെങ്കിലും ഈ കാഞ്ഞിരവേലി പ്രദേശത്തോ ഈ നാട്ടുകാരായ ആളുകളാണോ? കോൺഗ്രസിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ആളുകളെ വെച്ചല്ലേ മുദ്രാവാക്യം വിളിച്ചത്. യഥാർത്ഥത്തിൽ ആന്റണി ജോണിന്റെ കോതമംഗലം അസംബ്ലി മണ്ഡലത്തിനല്ല ഈ സംഭവം എന്ന് പോലും അറിയാത്തവരല്ലേ. കോതമംഗലം മണ്ഡലത്തിൽ നിന്നല്ല എന്ന് മാത്രമല്ല, എറണാകുളം ജില്ലയിൽ പോലും അല്ല, ഇടുക്കി ജില്ലയുടെ ദേവികുളം ഭാഗത്താണ് കാഞ്ഞിരവേലി എന്നുള്ള സ്ഥലം. അവിടെ നിന്ന് അപകടം ഉണ്ടായപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി കോതമംഗലം ആശുപത്രി കൊണ്ടുവന്നതേ ഉള്ളൂ. ഇവരുടെ പ്രതിഷേധത്തിന്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ എടുത്തു നോക്കൂ. ആ പ്രതിഷേധ വീഡിയോയിൽ ആന്റണി ജോണിനെതിരെ, ആന്റണി ജോണി ഇവരെ അറിഞ്ഞപ്പോൾ മുതൽ അവിടെ നിന്ന് അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മുമ്പ് നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഈ മൃഗശല്യത്തിന്റെ പ്രശ്നങ്ങളെ വെച്ചുകൊണ്ട് ആന്റണിക്കെതിരെയാണ് മുദ്രാവാക്യം ഉയർന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കുറച്ച് ആളുകളെയും ക്രിമിനൽ സംഘങ്ങളെയും പുറത്തു നിന്ന് കൊണ്ടുവന്ന് കുറേ തോന്നിയവാസങ്ങൾ കാണിച്ചിട്ട് അത് ജനങ്ങളുടെ വികാരമാണെന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് കാണണം. ഒരു മൃതശരീരത്തോട് ഇങ്ങനെ കാണിക്കാൻ ചെയ്യുമോ? ഞാൻ ആദ്യം ചോദിച്ചു, ഷിയാസിന്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ ഡീനിന്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ മാത്യുവിന്റെ കുടുംബത്തിലെ ഒരാൾക്കാണ് ഈ അപകടം സംഭവിച്ചെങ്കിൽ ആ മൃതശരീരത്തെ വലിച്ചെറിച്ച് ഒരു റോഡിലേക്ക് കൊണ്ടുപോകുമോ? ഇങ്ങനെ അനാദരവ് കാണിക്കുമോ? ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ ഇത്? പ്രതിഷേധം നമ്മൾ ശക്തമായി രേഖപ്പെടുത്തണം, എനിക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവിടെ നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ച പോലെയുള്ള പ്രതിഷേധം സ്വീകരിക്കട്ടെ. അപ്പം ജനങ്ങളുടെ പ്രതിഷേധത്തെ എല്ലാം അട്ടിമറിച്ചു. അതാണ് ഇന്ന് ബന്ധുവായ സുരേഷ് പറഞ്ഞത്, ഞങ്ങൾ പൊതുവായ ഒരു പ്രതിഷേധത്തോട് യോജിപ്പായിരുന്നു, പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്ന് പറഞ്ഞത് സുരേഷാണ്. സ്വന്തം പെങ്ങൾ മരിച്ചു പോയപ്പോൾ പ്രതിഷേധിച്ച് അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായി ആ വൈകാര്യതയിൽ അദ്ദേഹം പെട്ടുപോയിട്ടുണ്ട്. അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ കൃത്യമായി മന്ത്രിമാരോട് ഉൾപ്പെടെ പറഞ്ഞു, ഇന്ന് മീഡിയയോട് പറഞ്ഞു, ഈ കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയേ ആയിരുന്നില്ല. എന്നാൽ ജനങ്ങൾക്ക് ഭാവിയിൽ സുരക്ഷ ഉണ്ടാക്കാൻ വേണ്ടി ഭരണാധികാരികളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ ഞങ്ങൾ അതിനോട് യോജിപ്പായിരുന്നു. അദ്ദേഹം ഇന്നും വ്യക്തമാക്കി. ആ യോജിപ്പ്, ആ പ്രതിഷേധത്തിൽ നമ്മളെല്ലാവരും യോജിപ്പല്ലേ? ആ പ്രതിഷേധത്തിന്റെ ഭാഗമായല്ലേ ഞങ്ങളെല്ലാവരും പറയുന്നത്, കേരളത്തിന്റെ ഗവൺമെന്റ് പറയുന്നത്, ഇവിടെ പ്രമേയം പാസാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ ശരിയായ നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ കഴിയൂ എന്ന ഐകകണ്ഠേനയുള്ള പ്രമേയം പാസാക്കാൻ വേണ്ടി പിണറായി സർക്കാർ തയ്യാറായത് ഞങ്ങളെല്ലാവരും ഉന്നയിച്ചുകൊണ്ട് വെക്കുന്നത്. എന്നാൽ അതിൻ്റെ ഭാഗമായി തുടർ പ്രക്രിയകൾ ചെയ്യാണ്ട് വരുമ്പോഴാണ് ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യാതെ ഒളിച്ചോടിയിട്ടുള്ള UDFന്റെ MP-മാർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വന്ന് ഞങ്ങളാണ് ജനങ്ങളെ സേവിക്കുന്നവരെന്ന് പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ ഓടിക്കും. അത് മനസ്സിലാക്കിക്കൊള്ളണം. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ജനങ്ങളോട് പറയുന്നുണ്ട്. പറഞ്ഞ കാര്യത്തിൽ താങ്കൾക്കും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അതിനോടൊപ്പം മറ്റൊരു വിഷയം കൂടി ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ പ്രതിഷേധത്തിന്റെ കാര്യം വീണ്ടും പറഞ്ഞ സ്ഥിതിക്ക് നോക്കൂ, അങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നു. അപ്പോൾ ആ മൃതദേഹം മടക്കി കൊണ്ടുപോകാനായി വരുന്ന പോലീസുകാരോട് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. പോലീസിനെ അറ്റാക്ക് ചെയ്യുകയാണ്, തെറി വിളിക്കുകയാണ്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വാക്കുകളൊക്കെ അവരുടെ സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ ഭാഗമാണ്. നമുക്ക് പക്ഷേ അത് കോട്ട് ചെയ്യാൻ പറ്റില്ല ഒരു പൊതുമധ്യത്തിൽ. ഞാൻ എന്റെ സുഹൃത്തുക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുമല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോലീസിനോട് ഇടപെടുന്നത്. എന്നിട്ട് പോലീസ് പ്രകോപനം സൃഷ്ടിച്ചു, പോലീസ് ഉപദ്രവിച്ചു എന്നുള്ളൊരു നറേറ്റീവും. വാസ്തവത്തിൽ ബന്ധുക്കളുടെ ന്യായമായ പ്രതിഷേധത്തെ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്യുകയായിരുന്നില്ലേ? കറക്റ്റാണ്. നോക്കൂ, കോൺഗ്രസിൻ്റെ പ്രതിനിധി മിസ്റ്റർ റോണി കെ ബേബി, അദ്ദേഹം ഈ ചർച്ചകളിൽ പങ്കെടുക്കുമ്പം വളരെ മിതത്വത്തിൽ സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചു പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. നമുക്കത് അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലി, അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് കാര്യങ്ങൾ വിയോജിപ്പുള്ളപ്പോഴും അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലിയോടോ അല്ലെങ്കിൽ രീതികളോടോ ഒന്നും നമുക്ക് ഒരിക്കലും എനിക്കൊരു എതിർപ്പ് തോന്നിയിട്ടില്ല. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, താങ്കൾ ഇന്ന് ഈ ചർച്ച ഇത് കഴിയുമ്പോൾ പോയി ഒന്ന് കാണണം. നിങ്ങളുടെ എറണാകുളത്തെ DCC പ്രസിഡൻറ്റിൻ്റെ ശരീരഭാഷ, അത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് പറ്റിയ ശരീരഭാഷയാണോ? അതിനെക്കുറിച്ചൊന്നും ഒരു പരിശോധന നിങ്ങൾ നടത്തുന്നത് നല്ലതായിരിക്കും. കാര്യം ഗാന്ധിയൻ പാർട്ടി ആയതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ഗാന്ധിയുടെ മൂല്യങ്ങൾ ഏറ്റവും കൂടുതൽ രാജ്യത്ത് ഉൾക്കൊണ്ടിട്ടുള്ളൊരു പാർട്ടി നിങ്ങളുടെ പാർട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ നിൽക്കേ നമ്മളൊക്കെ ഇച്ചിരിയുടെ ഗാന്ധിയൻ മൂല്യമൊന്നും ഉള്ള പാർട്ടിയല്ല. അപ്പം നമുക്കൊക്കെ ചിലപ്പോൾ ആകാമായിരിക്കും. നിങ്ങൾക്കത് ഒരു കാരണവശാലും ആകാൻ പറ്റത്തില്ല. കാര്യം ആ രീതിയിലാണല്ലോ നിങ്ങളുടെ ഇടപെടിയിൽ. അപ്പം അങ്ങനെ എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് മുൻകൂറായി പറഞ്ഞു വെച്ചിട്ടാണ് അക്സെപ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക്
നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണോ ഇതൊന്നും ആലോചിച്ചാൽ മതി. സംഭാഷണ ശൈലിയും അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനേക്കാളിലൊക്കെ ഉപരി ആ ബോഡി ലാംഗ്വേജ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നൊന്ന് താങ്കൾ പോയെന്ന് അന്വേഷിക്കണം. താങ്കൾ വ്യക്തിപരമായിട്ട് പരിശോധിച്ചാൽ മതി. ഇനിയിപ്പോൾ നാളത്തെ ചർച്ചയെ വന്നിട്ട് പറയുമോ അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തി പറയണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ആസ് എ കോൺഗ്രസ് പേഴ്സൺ വെദർ യു അക്സെപ്റ്റ് ദാറ്റ് ബോഡി ലാംഗ്വേജ് ഓർ നോട്ട്, ദാറ്റ് ഇസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. അതവിടെ നിൽക്കട്ടെ. അടുത്തത് ഇവിടെ വന്നിരിക്കുന്ന ലെജിസ്ലേഷനുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. നോക്കൂ, ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നടപടി എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഏതൊരു ആക്ഷനും ഉണ്ടാകണമെങ്കിൽ അതിന് ലെജിസ്ലേറ്റീവ് ബാക്കിംഗ് ഉണ്ടാകണം. എന്നുവെച്ചാൽ ഒരു നിയമത്തിനനുസരിച്ച്, അതുകൊണ്ടാണ് റൂൾ ഓഫ് ലോ എന്ന് നമ്മൾ പറയുന്നത്. അവിടെ ഒരു ലോ ഉണ്ടാവും. ആ ലോ അപ്ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന സർക്കാരിൻ്റെ ശ്രമം. അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സർക്കാർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇവിടെ കേന്ദ്രത്തിൻ്റെ ഒരു നിയമമുണ്ട്. കൺകറൻറ്റ് ലിസ്റ്റിലാണെന്നിരിക്കട്ടെ, കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത്. അങ്ങനാണെങ്കിൽ കേരളം ഒരു നിയമം ഉണ്ടാക്കിയാൽ ഇതിൽ നിന്ന് പരിഹാരം നേടാൻ പറ്റുമോ? പറ്റില്ല. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് വെൻ ദർ ഇസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ എ സെൻറ്റർ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഒരു യൂണിയൻ ലെജിസ്ലേഷൻ ആൻഡ് എ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ, യൂണിയൻ ലെജിസ്ലേഷൻ വിൽ പ്രിവെയിൽ. യൂണിയൻ്റെ നിയമം മാത്രമേ പ്രിവെയിൽ ചെയ്യൂ. അങ്ങനെ നിൽക്കുമ്പം ഇവിടെ ഒരു ഫ്യൂട്ടൈൽ എക്സസൈസ് ആയിരിക്കും നമ്മൾ നടത്തുന്ന ഒരു നിയമം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ 1000 നിയമം ഉണ്ടാക്കി, ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുക എന്നുള്ളതാണ്. എന്താണ്? നമ്മുടെ ശബ്ദം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ശബ്ദം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വ്യക്തമായി അവരോട് പറയുന്നു. അവർക്കും ഇതിനകത്ത് പരിമിതികളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംസ്ഥാനങ്ങളെക്കുറിച്ച് ആലോചിക്കണം. അതിൻ്റെ ലാർജ് മാക്രോസ്കോപ്പിക് ലെവലിൽ അവർ പഠിച്ച് കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ നാളെ രാവിലെ നമ്മൾ ചെന്ന് പറഞ്ഞതുകൊണ്ട് പിറ്റേ ദിവസം അവർക്ക് ലെജിസ്ലേഷൻ പാസ്സാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും അത്ര എളുപ്പമല്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മളിത് പെർസ്വേഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോസസ്സ്. നമ്മൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമം നമ്മൾ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടുന്ന് ചോദിക്കുന്നത്, ഈ പാർലമെൻറ്റ് മെമ്പർമാർ എന്ത് ചെയ്തു? ജോയ്സ് ജോർജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ചു. പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കുമ്പം പാർലമെൻറ്റിൻ്റെ മുന്നിലെത്തും, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മൊത്തം ആൾക്കാരുടെ മുന്നിലേക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അയാൾ ആ പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ചതെന്ന് അവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കുമോ? അങ്ങനെയുള്ള ഒരു പ്രവർത്തനം 18 MP-മാരിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ലളിതമായ ചോദ്യം. ആ ചോദ്യത്തിന് മാറ്റമൊന്നുമില്ല. ആ ചോദ്യം അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ ഇവിടെ ഇരുന്ന് പിണറായി വിജയൻ എന്തോ ചെയ്തില്ലോ എന്ന് പറഞ്ഞാൽ ഒന്നും കാര്യം നടക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആസ് എ പേഴ്സൺ എൻ്റെ എല്ലാ പൊളിറ്റിക്സും മാറ്റി വെച്ചുകൊണ്ട് പിണറായി വിജയനെതിരെയുള്ളൊരു ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കാര്യം ഇങ്ങനെയുള്ളൊരു വിഷയം വരുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇന്നെഫിഷ്യൻസി ഉണ്ടാകും. കാര്യം ഇന്നെഫിഷ്യൻസി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മനുഷ്യനും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് അല്ല ഇത്. അത് അല്ലെങ്കിൽ വൈൽഡും മനുഷ്യനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ്. ആ കോൺഫ്ലിക്റ്റിനെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ പകച്ചു നിന്ന് പോകുക തന്നെ സാധ്യതയുണ്ട്. അതിനും ഞാൻ അത്ഭുതപ്പെടുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഇപ്പം നോക്കൂ, അരീക്കൊമ്പൻ എന്ന് പറഞ്ഞൊരു ആന നമ്മുടെ മുന്നിൽ വന്നൊരു ആനയാണ് ആണല്ലോ. അരീക്കൊമ്പൻ ഉണ്ടാക്കിയ ഡാമേജ്, ആ ഡാമേജിൽ അരീക്കൊമ്പനെ പിടിച്ച് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യണ്ട എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത്. നമുക്ക് കോടതി പറഞ്ഞതല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ. അവസാനം സംഭവിച്ചത് എന്താ? ഇവിടുന്ന് നമ്മൾ അതിനെ നാട് കടത്തി തമിഴ്നാട്ടിൽ പോയി. തമിഴ്നാട്ടിൽ റോഡിലിറങ്ങി അതൊരാളെ കൊന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ? തമിഴ്നാട്ടിൽ അത് റോഡിലിറങ്ങി ഒരാളെ കൊന്നു. അപ്പോൾ അത് കേരളത്തിൽ മാത്രമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അവിടുത്തെ വനം വകുപ്പ് മന്ത്രി രാജിവെച്ചൊന്നുമില്ല. അത് വനം വകുപ്പ് മന്ത്രിയുടെ കുറ്റമായിട്ട് പറയാനും പറ്റത്തില്ല. കാര്യം അത് തമിഴ്നാട്ടിൻ്റെ കസ്റ്റഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടും അത് പ്രശ്നം ഉണ്ടാക്കി. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അരീക്കൊമ്പൻ സുഖമായിട്ട് എവിടെയോ ഉണ്ട് എന്ന് പറയുന്നു. നമുക്കത് അരീക്കൊമ്പനെതിരെ കേസെടുത്ത് നമുക്ക് അതിനെ ശിക്ഷിക്കാനും തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ല. അത് സമാധാനമായിട്ട് ജീവിക്കട്ടെ, അതിനെ കൊന്നിട്ട് ഇപ്പോൾ കാര്യവും സാധിക്കാനില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ യുക്തിഭദ്രമായി വേണം കാര്യങ്ങളെ മുന്നോട്ട് നീക്കാൻ. അല്ലാതെ ചുമ്മാതെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഒരു ദിവസം നിങ്ങൾക്ക് പറയാം, ഇത് കഴിഞ്ഞ് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ കയ്യിലേക്കും അധികാരം വരും, അപ്പോഴും നിങ്ങൾ ഇത് നേരിടേണ്ടതാണ്. അപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പം വളരെ സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ പറയാൻ. നമുക്ക് അപ്പുറത്തിരിക്കുന്ന ഒരാളെ പഴിചാരുക എന്ന് പറയുന്ന കാര്യം, ഈ ഒരു വിഷയത്തിൽ പഴിചാരുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ പഴിചാരാൻ പറ്റും. പക്ഷേ ഒരാൾക്ക് സൊല്യൂഷൻ കൊണ്ടു കൊടുക്കാൻ പറ്റുമോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ കേരളത്തിൻ്റെ സർക്കാരോ വിചാരിച്ചാൽ ഇവിടുത്തെ പ്രശ്നം ഇപ്പം മലയോര പ്രദേശങ്ങളിൽ നേരിടുന്ന
വൈൽഡുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റിൽ ഒരു പെർമനന്റ് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണല്ലോ. അത് ലാൽകുമാർ അത് ശരിയാവണ്ണം വിശദീകരിക്കുന്നുമുണ്ട്. നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ ഒരു ഡസൻ കത്ത് കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ഈ വിഷയം പാർലമെന്റിൽ വരുമ്പോൾ ഒരു ചോദ്യം അവിടെ ഉന്നയിച്ചാൽ, ആ ചർച്ചയിൽ പങ്കെടുത്താൽ, ഒരു ബില്ല് കൊണ്ടുവന്നാൽ അത് പാർലമെന്റ് രേഖയിൽ ഉണ്ടാകും. ആ നിലയിൽ ആ വിഷയത്തിൽ പിന്നീട് ഇടപെടൽ നടത്തേണ്ടി വരും, ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല റോണി കെ ബേബി. കണ്ണടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ലല്ലോ. പ്രിയപ്പെട്ട ഡോക്ടർ ലാൽ പറയുന്നത് എവരി എക്സിക്യൂട്ടീവ് ആക്ഷൻ അതിന്റെ പിന്നിൽ ഒരു ലെജിസ്ലേറ്റീവ് ബാക്കിംഗ് ഉണ്ടാകണം. ഇവിടെ ഒരു കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സാങ്കേതികത്വങ്ങളിലേക്ക് പോകുന്നതിന് പകരം, അല്ലാതെ കേന്ദ്രത്തിന്റെ നിയമം വരട്ടെ, അതിന്റെ അമെന്റ്മെന്റ് വരട്ടെ, അത് ഇംപ്ലിമെന്റ് രീതി വരട്ടെ, നമുക്കൊരു നമ്മുടെ മുമ്പിലുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത്, ഒരു വസ്തുത എന്ന് പറയുന്നത്, വിലപ്പെട്ട ജീവനുകൾ അത് വളരെ നേരത്തെ അതിന്റെ ഗ്യാപ്പ് കൂടുതലായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ ഗ്യാപ്പ് കുറഞ്ഞു സാങ്കേതികതയാണ് എന്നുള്ള വാദം അങ്ങനെയാണെങ്കിൽ പറയൂ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിഹാരം? ഇതിൽ പറയൂ, അങ്ങനെ ഒരു പരിഹാരം മുന്നോട്ട് വെക്കാമല്ലോ. അല്ല, ഇതിനകത്ത് രാഷ്ട്രീയ മാറ്റി നിർത്തി തന്നെ പറയട്ടെ. ഞാൻ ഒരു മലയോര വാസിയാണ്. എന്റെ സമീപ സ്ഥലത്താണ്. എന്റെ ഇവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ മാത്രമേ കണമനയിൽ കാട്ടുപോത്ത് വന്ന് 2 പേരെ കുത്തിക്കൊന്ന് പോയ ദാരുണ സംഭവം ഉണ്ടായത്. പക്ഷെ അവിടങ്ങളിലൊക്കെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ, ഇവിടെ സർക്കാരിന്റെ രാഷ്ട്രീയം മാറ്റി നിർത്തട്ടെ, പിണറായി വിജയൻ സർക്കാരാണോ അല്ലെങ്കിൽ UDF സർക്കാരാണോ, ആരാണ് മാറ്റി വയ്ക്കട്ടെ, ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ പറയുന്ന സംഭവങ്ങളോട് അവർ പുലർത്തുന്ന സമീപനം എന്ന് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്. അത് പൊതുജനങ്ങൾക്ക് അനുകൂലമല്ല. പൊതുജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുവാൻ, അവരുടെ വിഷമങ്ങൾ ഉൾക്കൊള്ളുവാൻ, ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ഒരു ഡിസാസ്റ്റർ വരുന്നതിന് മുമ്പ് ഒരു വാർണിംഗ് നമുക്കുണ്ടാകും എന്ന ഒരു ലോ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ കാര്യം ഇങ്ങനെ പറയുമ്പോൾ, ഇപ്പോൾ ആനകളുടെ കാര്യത്തിൽ ചില ആനകളെ നമ്മൾ പിടിക്കുന്നു, പിന്നീട് അതിനെ ഈ റേഡിയോ കോളറൊക്കെ ഘടിപ്പിക്കുന്നു, അത് പിന്നീട് നിരീക്ഷിക്കുമ്പോൾ ഇവയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ ഈ കാട്ടുപോത്തിന്റെയൊക്കെ വിഷയം വരുമ്പോൾ ഒരു പക്ഷേ ഒരു തവണ വന്നതാവില്ല, പിന്നീട് വന്നത്. ഇപ്പോൾ തന്നെ ഇന്ന് ആക്രമണം നടത്തിയ കാട്ടുപോത്തിനെ സംബന്ധിച്ച് അല്പം മുമ്പ് നാട്ടുകാരുടെ പ്രതികരണം കേൾക്കുമ്പോൾ അറിയില്ല, മുൻപ് ഇവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണോ എന്നുള്ളത് അറിയില്ല, സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് പറയുന്നു. ഇന്നത്തെ 2ാമത്തെ മരണം ഇടുക്കിയിൽ നടന്നത് അത് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതല്ല, ആ സ്ത്രീ കാട്ടിലേക്ക് പോകുമ്പോൾ കാട്ടിൽ വെച്ചുണ്ടായ ആക്രമണമാണ്. പക്ഷെ നമ്മൾ ഈ തരത്തിൽ പറയുമ്പോൾ ഇതിനെയൊക്കെ ഒറ്റ കോണ്ടെക്സ്റ്റിലങ്ങ് ഒതുക്കുന്നിടത്ത് പ്രശ്നമില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞു വന്ന് പൂർത്തീകരിച്ചുകൊള്ളട്ടെ. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര വന നിയമം അനുശാസിക്കുന്നതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് നമ്മുടെ ഇവിടുത്തെ ഇപ്പം കേരളത്തിലെ വനം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ 30% അടുക്കിയാണ് കേരളത്തിലെ ടോട്ടൽ ഈ പറഞ്ഞ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ ആ സാഹചര്യം നിൽക്കുമ്പോൾ തന്നെ വനം വകുപ്പ് ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, എന്റെ പ്രദേശത്തെ വനത്തോട് ചേർന്ന് കിടക്കുന്ന കൃഷി മേഖലയിൽ നിന്നൊക്കെയുള്ള ആളുകളോട് അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയുക. എന്നിട്ട് അവിടെയൊക്കെ എന്ത് ചെയ്യുക, അതെല്ലാം വനത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്താ സംഭവിക്കുന്നറിയോ, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ വനം ഇങ്ങനെ അടുത്തടുത്ത് വരിക. ഇവിടെ തമിഴ്നാടിനെ കർണാടകയിലും ഒക്കെ കാര്യങ്ങൾ എനിക്കിപ്പോ സംസാരിച്ച സുഹൃത്തുക്കൾ പറയുണ്ടായി. കർണാടകയിലും തമിഴ്നാട്ടിലും നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ വനവും ജനവാസ കേന്ദ്രങ്ങളും തമ്മിൽ വലിയ ഗ്യാപ്പ്, അല്ലെങ്കിൽ ഈ പറയുന്ന വനങ്ങളോട് ചേർന്ന് ഈ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗ്യാപ്പ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഈ പറയുന്ന തീരദേശ മേഖലയും ഒക്കെയായി വന്നു പോയത് കൊണ്ട് നമ്മുടെ ജനവാസ കേന്ദ്രങ്ങൾ ഒരുപാട് ഈ പറയുന്ന വനഭൂമിയോട് ചേർന്നാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിലെ വനംവകുപ്പ് അതെന്തോ കൂടുതൽ കേന്ദ്ര ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണോ? ഞാൻ ഇവിടെ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് ആരും ഉത്തരം പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട വനമന്ത്രി നിമിഷം പറഞ്ഞതാണ് 60 കോടിയോളം രൂപ കഴിഞ്ഞ വർഷം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതിൽ ഏകദേശം 37 കോടി രൂപയോളം ഇപ്പോൾ ചെലവഴിക്കാൻ കിടക്കുക. ഏതിനു വേണ്ടിയാ? ഈ പറയുന്ന വനത്തിന്റെ അതിർത്തികളിൽ ഫെൻസിങ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, കിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്തിന് സർക്കാരിന് അതിനുവേണ്ടി കാലതാമസം വരുത്തുന്നു? അതിന് എന്താ കേന്ദ്ര നിയമം വേണോ? ഇവിടെ എനിക്കിപ്പോൾ സംസാരിച്ച ഇടതുപക്ഷത്തിന്റെ വക്താവ് പറയുന്നത് കേട്ടു, അവിടെ ഡീൻ കുര്യാക്കോസിന്റെ ഫണ്ടിൽ നിന്നും ഫെൻസിങ്ങിനുള്ള ഫണ്ട് മാറ്റിവെച്ചില്ല. എം പി ഫണ്ടിൽ നിന്നും അല്ല ഈ പറയുന്ന ഫെൻസിങ്ങിന് വേണ്ടി പണം ചെലവഴിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള വനം വകുപ്പിന് കൃത്യമായ ഫണ്ടുണ്ട്. എന്തുകൊണ്ട് ആ വനം വകുപ്പിന്റെ ഫണ്ട്, ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കിടങ്ങ് കുഴിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഫെൻസിങ്, സോളാർ ഫെൻസിങ്, ഇനി ഇലക്ട്രിസിറ്റി പോലും വേണ്ട. അതിനുള്ള സാങ്കേതിക മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ സോളാർ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കൃത്യമായി പരിശോധിക്ക്. ഈ കഴിഞ്ഞ 5-8 വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് താങ്കൾ മുൻപ് പറഞ്ഞ മീറ്റിംഗിൽ പോലും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഫെൻസിംഗ് ആയിരുന്നു. അത് നടപ്പിലാക്കി വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും സതീഷിന്റെ അടുത്ത് അത് ആധികാരികമായ ചോദ്യത്തിനുള്ള ഉത്തരം തേടാം. സതീഷ്, നമ്മൾ പറഞ്ഞു പോയ കാര്യം, ഇപ്പോൾ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാദം.
സംസ്ഥാന സർക്കാർ മാത്രമേ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഞാനിപ്പോൾ ഇവിടെ ചോദിച്ചു ഡീൻ്റെ കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ എം പിയുടെ ഫണ്ടല്ല ഉപയോഗിക്കേണ്ടതാണ്. എം പിക്ക് 5 വർഷം കൊണ്ട് 25 കോടി രൂപ അദ്ദേഹത്തിൻ്റെ ചിലവഴിക്കാനുള്ള ഫണ്ടുണ്ട്. അതുകൊണ്ട് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കുകയും മൂത്രപ്പുര ഉണ്ടാക്കുകയും ചെയ്യാമെങ്കിൽ പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഫെൻസിങ്ങിന് പൈസ കൊടുക്കുന്നതിന് ഒരു തടസ്സവും കേന്ദ്ര വനം മന്ത്രാലയത്തിൻ്റെ ഫണ്ട് ഇതിന് കൊണ്ടുവന്ന് പ്രത്യേക പദ്ധതിയായി ഉൾപ്പെടുത്തി കൊണ്ടുവന്ന് എം പിക്ക് സഹായിക്കാവുന്നതാണ്. 1 രൂപയുടെ സഹായം ഇതൊന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എം പിമാർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ ഈ മാസം ഈ അപകടമുണ്ടായ കാഞ്ഞിരവേലിക്കകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് 5-8 കിലോമീറ്ററിൻ്റെ ഫെൻസിങ് പരിപാടികൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ആരംഭിക്കുകയാണ്. അപ്പോൾ തങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എം പിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണണം. പിന്നെ അദ്ദേഹം ഇവിടെ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ച് ഈ വനത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ അത്ര ഗൂഢപരമായ പദ്ധതികളെല്ലാം നടപ്പാക്കുന്നുണ്ട്. ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. പക്ഷേ ആരാണ് കേരളത്തിൻ്റെ വനവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കണം അല്ലെങ്കിൽ വനം കൂടുതൽ നഗരത്തിലേക്ക് ഇറങ്ങി വരുന്നത് വേണമെന്ന് വാദിക്കുന്നവരാരാണ്? ഇപ്പോൾ ബഫർ സോണിൻ്റെ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് ഇവരുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കമ്മിറ്റി VD സതീശിൻ്റെ കമ്മിറ്റി വേണ്ടത് 12 കിലോമീറ്റർ ബഫർ സോൺ ആക്കണമെന്നാണ്. അന്ന് പൊതുവേ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് എന്നുള്ളത് ഹരിത MLA മാർ എന്നാണ്. അന്ന് മലയോര കർഷകരും പാവപ്പെട്ടവരും പിടിച്ചുപറിക്കാരും കൊള്ളക്കാരുമായിട്ട് അവതരിപ്പിക്കുകയും AC ചർച്ചയ്ക്കകത്തിരുന്നുകൊണ്ട് ഹരിത MLA മാരും പ്രകൃതി സ്നേഹികളും ചർച്ച ചെയ്യുന്ന കാലമാണ്. അപ്പോൾ അന്നേരം കോൺഗ്രസിൻ്റെ അഭിപ്രായം ബഫർ സോൺ 12 കിലോമീറ്റർ വേണം എന്നാണ്. അങ്ങനെ ആ സമയത്ത് വർത്തമാനം പറഞ്ഞവരാണ് ഇപ്പോൾ ആനയുടെ കൂടെ കൂടിയിരുന്നു. ഇവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഒരു നിലപാടുണ്ടോ? എല്ലാ കാലത്തും നാടിന്റെ ശരിയായ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുകയല്ല, സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന്റെ തർക്കങ്ങൾ അവസാനിപ്പിച്ച് മലയോര ജനതയോട് സ്നേഹമുണ്ടെങ്കിൽ ആ മലയോര ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാനും നിലപാട് സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറാണ്. അങ്ങ് കർണാടകത്തെയും തമിഴ്നാടിനെയും ഇപ്പോൾ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു ഇവിടെ ഈ കാഞ്ഞിരവേലിയിൽ നമ്മുടെ ഇന്ദിര എന്ന സഹോദരി മരണപ്പെട്ട ദിവസം തന്നെയാണ് കർണാടകയിൽ ആന ചവിട്ടി ഒരാൾ കൊല്ലപ്പെട്ടത്. കർണാടകയിലെ ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. ഈ ഒരാഴ്ചയ്ക്കുള്ളിലാണ് തമിഴ്നാട്ടിൽ 2 പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിയുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകിയിരിക്കുന്നു. നിങ്ങൾ 2011 2001 എല്ലാം കണക്കുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു നോക്കിക്കോളൂ. നമ്മുടെ വനത്തിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള മൃഗങ്ങൾ പെരുകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ എൻ്റെ ചർച്ചയ്ക്കകത്ത് ആദ്യം സൂചിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ശാസ്ത്രീയമായ ഒരു രീതിയിലേക്ക് ഈ കാര്യങ്ങളെ ചിന്തിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടവർ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല. ഞങ്ങൾക്ക് ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഘട്ടത്തിലെല്ലാം ഈ മലയോര ജനതയ്ക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ആ കാര്യമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇപ്പം ലാൽ ആദ്യം തന്നെ സൂചിപ്പിച്ചു. ഇപ്പോൾ 1960 ഭൂപതിവ് നിയമത്തിൻ്റെ ഭേദഗതി മലയോര ജനതയുടെ സ്വപ്നമാണ്. അവർക്ക് കിട്ടിയിട്ടുള്ള ഭൂമി എന്നുള്ളത് വീട് വയ്ക്കാനും കൃഷിക്കും മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ, ബാക്കിയെല്ലാം അനധികൃതമാണ് എന്നാണ് പറയുന്നത്. അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകാൻ 60 ഭൂപതിവ് നിയമം ഭേദഗതി കൊണ്ടുവരുമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ജനങ്ങളോട്. ഞങ്ങൾ മലയോര ജനതയ്ക്കും സവിശേഷമായി കേരളത്തിനും സഹായകരമാകുന്ന ആ ഭേദഗതി പാർലമെന്റിനകത്ത് അംഗീകരിച്ചു കൊണ്ടുവന്നു. ഗവർണർ അത് ഒപ്പിടാതെ സമീപനം സ്വീകരിക്കുന്നു. ഈ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ കോൺഗ്രസ് സഭയ്ക്കകത്ത് ഐക്യകണ്ഠേന ഒപ്പിടാൻ തയ്യാറായിട്ടും പുറത്തു വന്ന് സങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഗവർണറെ ന്യായീകരിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ നിലപാട്. ഈ നിലപാട് വെച്ചാൽ എത്ര നാൾ മുമ്പോട്ട് പോകാൻ കഴിയും? അപ്പോൾ സത്യസന്ധവും വസ്തുതാപരവുമായ നിലപാടുകൾ സ്വീകരിക്കണം. അതല്ലാതെ വോട്ട് കിട്ടണതിൻ്റെ തലേ ദിവസം വന്ന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെന്നൊരു പ്രയോഗമുണ്ട്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊരു പ്രയോഗത്തിന് പുറപ്പെടുമ്പോൾ മൃതശരീരമെങ്കിൽ മൃതശരീരം പോരട്ടെ എന്ന സമീപനം സ്വീകരിച്ചാൽ അത് നമ്മുടെ നാട്ടിലെ പരിഷ്കൃത ബോധമുള്ള സമൂഹം അംഗീകരിക്കില്ല എന്ന് കോൺഗ്രസ് മനസ്സിലാക്കി വെച്ചുകൊള്ളണം. അതുകൊണ്ട് സങ്കുചിത രാഷ്ട്രീയമല്ല, നമുക്കൊന്നിച്ച് നിന്ന് പ്രതിഷേധിക്കാമെന്നേ, നമുക്കൊന്നിച്ച് നിന്ന് കേന്ദ്ര സർക്കാരിനോട് ഈ നയം മാറ്റണമെന്ന് ആവശ്യപ്പെടാമെന്നേ, നമുക്കൊന്നിച്ച് നിന്നുകൊണ്ട് നമ്മുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ചെയ്യാമെന്നേ. ആ കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കാതെ ഇത്തരത്തിലുള്ള തെറ്റായ സമരങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെ വന്ന്
ഉന്നതരായ പോലീസ് ഓഫീസർമാരെ ഉൾപ്പെടെ കഴുത്തെ പിടിച്ച് ഞെക്കുക, അവരെ തീർച്ചയായും തല്ലുക. തീർച്ചയായും ശ്രീ എസ് ഇതാണ് സതീഷ് രീതി. സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് എന്നിട്ട് ഞാനൊന്ന് ഇടപെടുന്നു. ഏറെക്കുറെ എല്ലാ മേഖലകളും കവർ ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കേണ്ട വിഷയമല്ല ഇത് ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വളരെ നന്ദി എസ് സതീഷ്, എൻ ലാൽകുമാർ, പ്രൊഫസർ റോണി കെ ബേബി, ന്യൂസ് ആൻഡ് വിസിൽ സഹകരിച്ചു.